السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ ഫോക്കസിന്റെ അഡ്മിന്മാർ, മറ്റു സഹൃദയരായ ഫോക്കസ് കൂട്ടുകാരെ, പ്രത്യേകിച്ചും ഇന്നലെ കേട്ടറ്റ് പരീക്ഷ എഴുതിയ 3ഉം 4ഉം ഒക്കെയായി പരീക്ഷ എഴുതി വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും ചിലരിത്തിരി ആശങ്കയോടെയൊക്കെ നിൽക്കുന്ന പ്രിയ കൂട്ടുകാരെ, നമ്മളിവിടെ ഈ സമയത്തൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത് പരീക്ഷയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും അതിൻ്റെ ഫീഡ്ബാക്കുകളും ഒക്കെ അറിയാൻ വേണ്ടി മാത്രമാണ്. പരീക്ഷയെക്കുറിച്ച് നല്ല ചില ചിന്തകൾ, നല്ല ചില പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട്, നാം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കരിയറിനെ കരുപിടിപ്പിക്കാനുള്ള ചർച്ചകളും അത് സംബന്ധമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളതൊക്കെ, കേട്ടറ്റ് സംബന്ധമായൊക്കെ ചർച്ച ചെയ്യാനുള്ളതൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഈ സംസാരത്തിൽ കൂടുതലും ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട ഫോക്കസിന്റെ കേട്ടറ്റ് പഠിതാക്കളാണ് കൂടുതലും ഇതിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെയാണ് നാം കൂടുതലായും പ്രതീക്ഷിക്കുന്നത്. ഔപചാരികതയ്ക്ക് വേണ്ടി ഫോക്കസ് സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് 2-3 സംസാരം ഉണ്ടാകും എന്നത് മാത്രമാണ് തുടക്കത്തിൽ ഉള്ളത്. കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സംഗമത്തിന് ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നത് സമാദരണീയനായ ഡോക്ടർ നസ്രുദ്ദീൻ സാറാണ്. അതോടൊപ്പം അതിനുശേഷം നമ്മോട് വിഷയകമായി സംസാരിക്കുന്നത് ഡോക്ടർ സുലൈമാൻ സർ, അതേപോലെ ഖാലിദ് സർ. സംസാരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലൊക്കെ ഉപരി വളരെ ഹൃദ്യമായി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, പ്രത്യേകിച്ച് കേട്ടറ്റ് എഴുതി മത്സരം കാത്തു കഴിയുന്ന നിങ്ങളേവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഫോക്കസിന്റെ ഈ പരിപാടിയിലേക്ക്, ഈ ലൈവ് സെഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സെഷന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സമാദരണീയരായ ഡോക്ടർ നസ്രുദ്ദീൻ സാറെ സാദരം ക്ഷണിച്ച് വാക്കുകൾ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് ഫാമിലി മെമ്പേഴ്സ്, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കേട്ടറ്റ് എക്സാം അത് എഴുതി വ്യത്യസ്തമായ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു. വളരെ നല്ലൊരു റിസൾട്ടായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായിരുന്നു എക്സാമിൽ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പലരും ഷെയർ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അഡ്മിന്മാരുടെ ദിവസമല്ല, ഒരുപാട് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി അഡ്മിന്മാർ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്, നിങ്ങൾക്ക് പറയാനുള്ള പ്രോഗ്രാമാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും നമ്മൾ നന്നായി ശ്രമിച്ചു. ശ്രമമാണ് ഏറ്റവും വലിയ വിജയം. ഇനി ഫലം അത് എന്തായാലും ആദ്യ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എല്ലാ എക്സാമുകളിലും നല്ല വിജയം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമുഖമായി ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നത്തെ സംസാരം അഡ്മിൻസിൻ്റെയോ കോർഡിനേറ്റേഴ്സിൻ്റെതോ അല്ല, മറിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറന്നുള്ള സംസാരത്തിൻ്റെയും സമയമാണ്.
അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാനൊന്നും ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. സന്ദർഭോചിതമായി ഇൻഷാ അല്ലാഹ് ഇടപെടാം. കേട്ടിട്ട് പരീക്ഷ അൽഹംദുലില്ലാഹ് പൂർത്തിയായി. പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ മുമ്പും പരീക്ഷയുടെ ശേഷവും കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇനി വരാനിരിക്കുന്ന റിസൾട്ട് നമുക്കൊരു കഥ പറയുമ്പോൾ ആ റിസൾട്ടിന്റെ വിജയിച്ച് അതിൽ ക്വാളിഫൈഡ് ആയി എന്നതിലുപരി അതിൽ നിന്ന് നമുക്ക് പല റിസൾട്ടുകൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ലൈഫിൽ തന്നെ, ജീവിതത്തിൽ തന്നെ, നമ്മുടെ കരിയറിലേക്കുള്ള ഒരു വിൻഡോ ആയിട്ടുള്ള, ഒരു കവാടമായിട്ടുള്ള, ഒരു വാതിലായിട്ടുള്ള ഒരു പരീക്ഷയെ അഭിമുഖീകരിച്ചിരിക്കുന്ന നമുക്ക് കേട്ടറ്റ് എന്ന പരീക്ഷ സത്യത്തിൽ ഒരു കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് തരാത്ത പലതിലും നമ്മുടെ ഒരു ഇവാലുവേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഷുവർ ഷൂട്ടിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയ ചില ആക്ടിവിറ്റി ഓറിയന്റഡ് ആയ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേടിയിട്ടുള്ള വിജയം, നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ള മേഖല, അത് ഓർഡിനറി ആയിട്ടുള്ള, സാധാരണയായിട്ടുള്ള എല്ലാ ആളുകളെയും ഒരുപോലെ തന്നെ, എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിക്കപ്പെട്ട കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറഞ്ഞല്ലോ, ആ ശുദ്ധ പ്രകൃതിയിൽ എത്തിയിട്ടുള്ള നമ്മൾ കുറഞ്ഞ സമയം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള സമയം ചെലവഴിക്കലും യഥാർത്ഥ രൂപത്തിലുള്ള അധ്വാനവും പരീക്ഷാ പ്രയത്നവും ഉണ്ടായപ്പോൾ ഒരു നല്ലൊരു ഇൻപുട്ട് കൊടുത്തപ്പോൾ ആ ഇൻപുട്ട് ഒന്ന് പ്രോസസ് ചെയ്ത് അത് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതൊരു കേട്ടറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങുന്നതല്ല. നമ്മുടെ ലൈഫ് ലോങ്ങിൽ തന്നെ വരാനിരിക്കുന്ന പരീക്ഷകൾ, PSC, നമ്മുടെ കരിയർ, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് ബഡ്ജറ്റിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും നമ്മളെ ഒന്നുകൂടി വിലയിരുത്തുവാനും ഒരു പുനർവിചിന്തനം നടത്തുവാനും ഒന്നുകൂടി പുനരാലോചനയ്ക്ക് വിധേയമാക്കുവാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് ഉതകുന്ന ഒരു ആരോഗ്യകരമായ ചർച്ച ഇവിടെ നടക്കട്ടെ, ഡിസ്കഷൻ നടക്കട്ടെ. അമുഖമായി അവരൊക്കെ നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നോമ്പാണ്, തിരക്കാണ്, എല്ലാവരും തിരക്കിലാണ്. എന്നിരുന്നാലും ആ രൂപത്തിലുള്ളൊരു ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു ശ്രദ്ധയോടുകൂടി നമുക്ക് നാളേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഈ ഒരു സംഘത്തെ ഏറ്റവും നന്നായി അതിന് സംഘത്തിൽ നയിക്കുന്നവർക്കും അതിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഡിസ്കഷനുകളും ചർച്ചകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയി, ഒരു ഫാമിലി മീറ്റായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ സജീവമായിട്ടുള്ള 100-200ഓളം ധാരാളം ആളുകൾ അവരെല്ലാവരും ഒന്നുകൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് മർഹബൻ തർഹിബൻ ഹാറൻ മറത്തൻ ഫാനിയത്തൻ. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. ഹാവ് എ നൈസ് ഡേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിലരെങ്കിലും ഞാൻ വളരെ പിന്നിലാണോ എന്ന് തോന്നിയവരുമുണ്ട്. നമുക്ക് ആ ചർച്ചയുടെ സമയമല്ല ഇത്. എന്നാൽ തന്നെയും ഇൻഷാ അല്ലാഹ് ഫോക്കസ് അക്കാദമി ഈ തൊട്ടടുത്ത് തന്നെ, സമീപഭാവിയിൽ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു കേട്ടറ്റ് ബാച്ച് ആരംഭിക്കാനിരിക്കുകയാണ്. നാം എല്ലാവരും അറിഞ്ഞ പോലെ സർവീസുള്ളവർക്ക് മാത്രമായുള്ള പുതിയൊരു ബാച്ച്, പുതിയൊരു കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ തീയതിയും അതിന്റെ നമുക്കുള്ള പ്രത്യേക ഫീയും സാറുടെ സംസാരത്തിൽ നമ്മോട് പ്രഖ്യാപിക്കും. വളരെ ഹൃദ്യമായി സംസാരിക്കാൻ വേണ്ടി ഖാലിദ് സാറെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഫോക്കസ് അഡ്മിൻസ്, ഏറെ പ്രിയങ്കരായ ഫോക്കസിലെ കേട്ടറ്റ് പഠിതാക്കളെ, വളരെ വിലപ്പെട്ട ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തായിരുന്നാലും ശരിയല്ല. റമദാനിലെ വിശുദ്ധ സമയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇത്തരം ഒരു ഒരുമിച്ച് ചേരൽ എന്തായിരുന്നാലും ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുള്ള ഒരു ബാച്ച് കൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും എക്സാം എഴുതിയവരിൽ കൂടുതൽ ആളുകളും അൽഹംദുലില്ലാ സർവീസിലുള്ള ആളുകളായിരുന്നു. അപ്പൊ അതില് നമ്മൾ മുമ്പത്തെ ബാച്ചുകളിൽ നിന്ന് വിഭിന്നമായി കുറച്ച് ടീച്ചിങ് ഫീൽഡിൽ ഇങ്ങനെ നമ്മളിപ്പോ ടീച്ചർമാരായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ പഠന ഫീൽഡിലേക്ക് വന്നപ്പോൾ ഉള്ള കുറച്ച് ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ച ആളുകൾ. പക്ഷെ അൽഹംദുലില്ലാ എക്സാം കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക ആളുകളും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ്, അതല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ആ ആശങ്കയെല്ലാം അൽഹംദുലില്ലാ മറികടന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഏറെ വലിയ സന്തോഷമാണ്. എന്നാലും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരേപോലെ ആവില്ല. കുറച്ച് ആളുകൾക്കെങ്കിലും ചെറിയ രൂപത്തിലുള്ള നിരാശ വന്നിട്ടുണ്ട്. ചിലർക്ക് പറഞ്ഞ പോലെ സമയം കിട്ടാത്ത അവസ്ഥ, അതേപോലെ തന്നെ കോഴ്സൊക്കെ നല്ല കോഴ്സ് തന്നെ ആയിരുന്നു, പക്ഷെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പങ്കുവെച്ച ആളുകളുണ്ട്. അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി, അത് ചെറിയ രൂപത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നത് കാരണം പ്രയാസപ്പെട്ട ആളുകൾ, ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല ഇപ്പൊ റിസൾട്ട് ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരും വിവിധ ആളുകൾ ഇറക്കിയിട്ടുള്ള ആൻസർ കീ അനുസരിച്ച് നോക്കി. അപ്പൊ അതില് ബോർഡറിലുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ ചിലപ്പോ ആ ബോർഡറിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് മാർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. നമ്മുടെ ഭാഗ്യ നിർഭാഗ്യത്തിനനുസരിച്ച് ചിലപ്പോ നേരം കൊണ്ട് താഴാനും സാധ്യതയുണ്ട് എന്ന രൂപത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോ ഗവൺമെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സാം നടത്തുന്ന ആളുകളാണെങ്കിൽ അതിന് കറക്റ്റായ രൂപത്തിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വിട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ അടുത്ത റിസൾട്ട് വന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വിട്ടു. എക്സാം ഫീ അടക്കാൻ നമ്മൾ എന്തായിരുന്നാലും സന്നദ്ധരായി നിൽക്കണം എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. റിസൾട്ട് മാർച്ച് 7-ന് മുമ്പ് വരാൻ സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കാണെങ്കിലോ എക്സാം ഫീ ഏതായാലും അടക്കണം. അപ്പോ ബോർഡറിലുള്ള ആളുകളും ഒരുപക്ഷെ ചിലപ്പോ കിട്ടാൻ സാധ്യതയില്ല എന്ന് നിൽക്കുന്ന ആളുകളൊക്കെ എന്തായിരുന്നാലും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ ഒന്ന് തുടർത്തി കൊണ്ടുപോവേണ്ട ഒരു സമയവും കൂടിയാണ്. അപ്പോ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിപ്പോ കഴിഞ്ഞൊരു സംഗതി വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയല്ല, നമ്മൾ നിരന്തരമായി ഒരു സംഗതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയായിരുന്നാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയായിരുന്നാലും ഒക്കെ ടച്ച് കുറച്ച് ദിവസമാണെങ്കിലും നമ്മളൊന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഴുവൻ നഷ്ടപ്പെടും. അപ്പൊ ആരും നിരാശപ്പെടേണ്ടതില്ല. സർവീസിലുള്ള ആളുകൾക്ക് നടത്തുന്ന എക്സാം എന്തായിരുന്നാലും കുറച്ചുകൂടെ ലിബറൽ ആവാനാണ് സാധ്യത. കാരണം സർക്കാർ സ്വാഭാവികമായിട്ടും സമ്മർദ്ദത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സർവീസിലുള്ള ആളുകൾക്ക് എക്സാം ഒന്നുകൂടി എളുപ്പമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ ഇനിയുള്ള സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിലുള്ളത് റമദാൻ കഴിഞ്ഞാൽ ഉടനെ അല്ലെ, ഇപ്പോ മാർച്ച് മാസം കുറച്ച് ദിവസമേ പിന്നെ ഉണ്ടാവുള്ളൂ റമദാൻ കഴിഞ്ഞാൽ. ആ സമയത്ത് നമ്മുടെ സ്കൂളിലെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ 2 മാസത്തെ വേനൽ അവധിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഒരു എക്സാം കൂടെ വരാനിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരുന്നാലും ഇനി അടുത്തൊരു എക്സാം എന്നുള്ളത് നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരില്ല. കാരണം ഓൾറെഡി നിങ്ങൾ അല്പം പ്രിപ്പയർ ചെയ്ത ആളുകളാണ്, കുറച്ചല്ല അല്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് എല്ലാവരോടും ഉണർത്താനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ സർവീസിലുള്ള ആളുകൾക്ക് ഒരു എക്സാം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് വെച്ചാൽ നേരത്തെ തുടങ്ങിയ ഒരു ബാച്ച്, അതിനുശേഷം രണ്ടാമത് വേറൊരു ബാച്ച് തുടങ്ങി, അതിനുശേഷം പിന്നീട് എക്സാമിനോട് അടുപ്പിച്ച് ഒരു ഷുവർ ഷൂട്ട് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെ 3 ബാച്ചിലുള്ള ആളുകളുണ്ട്.
ഈ 3 ബാച്ചിലും നൽകപ്പെട്ട ക്ലാസ് നമ്മൾ പിൻവലിക്കുന്നില്ല. നിങ്ങൾക്ക് അത് വെച്ച് തന്നെ സ്വന്തമായി പഠിക്കാം. അതിന് ഒരു ഫീയും നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതാണ് അഡ്മിൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. കാരണം അതിന് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നൽകിയ ഫീ നിങ്ങൾ നൽകിയ ഫീയും നമ്മൾ നിങ്ങൾക്ക് നൽകിയ പിന്നെ ക്ലാസ്സസും അതേപോലെ തന്നെ PDF ആയിരുന്നാലും മോഡൽ ടെസ്റ്റുകൾ മോഡൽ ടെസ്റ്റുകളൊക്കെ പലർക്കും അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്ത പ്രശ്നമുള്ളൂ. കാരണം അത്രയും മോഡൽ ടെസ്റ്റ് ആണ് അൽഹംദുലില്ലാ ഉസാമ സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നൽകിയിട്ടുള്ളത്. അതൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിയ ആളുകളുണ്ട്. എന്നാൽ സമയക്കുറവ് കാരണം ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ആളുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇനിയും ഉപയോഗിക്കാം. എന്നാലും ചിലപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിലും ചിലപ്പോ കൃത്യമായ ഒരു ഷെഡ്യൂൾ പ്രകാരം പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ഒരു ബാച്ചിന്റെ കൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മളിപ്പോ നെക്സ്റ്റ് ബാച്ചിന് ഡീറ്റെയിൽ ആയിട്ട് നൽകുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സിന് മൊത്തത്തിൽ നമ്മൾ നിശ്ചയിക്കുന്ന ഫീ, സാധാരണഗതിയിൽ നിശ്ചയിക്കുന്ന ഒരു ഫീ ഉണ്ട്. ആ ഫീ ആയിരിക്കും പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് അതൊന്നും വേണ്ട. ആര് ഈ ബാച്ചിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിലും വളരെ ചെറിയ ഒരു ഫീ മാത്രം ഈ ഒരു കോഴ്സ് റിന്യൂ ചെയ്യാൻ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് നിശ്ചയിക്കുന്നുള്ളൂ. നമ്മളിപ്പോ നിശ്ചയിച്ച ഒരു ഫീ എന്ന് പറയുന്നത് മൊത്തത്തിൽ പുതിയ ബാച്ചിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 999 രൂപയാണ് ഫീ. കാരണം ആ രൂപത്തിലാണ് നേരത്തെ നിങ്ങളൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതേ ഫീ ആണ് പുതിയ ആളുകൾക്ക് നമ്മൾ നിശ്ചയിക്കുന്നത്. എന്നാൽ ഇനി അതേ കോഴ്സ് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരെങ്കിലും പുതിയതായി ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വെറും 199 രൂപ മാത്രമാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ട ക്ലാസ്സുകളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാം. ആക്ടിവിറ്റി ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ എന്ത് ചെയ്യാം, ആ ആക്ടിവിറ്റി ഗ്രൂപ്പ് സജീവമാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അതിനും പുറമെ ഒരു പുതിയ ബാച്ചിനോട് കൂടെ പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് വീണ്ടും ഈ 2 മാസം, അത് പ്രത്യേകിച്ച് വെക്കേഷൻ കൂടി ആയതുകൊണ്ട് നമ്മൾ 2 സമയത്തായിട്ട്, കാരണം രാവിലെയും വൈകുന്നേരവും ക്ലാസ് നൽകപ്പെടുന്ന രൂപത്തിലൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു സർവീസിൽ വരുന്ന ആളുകൾക്കുള്ള എക്സാം, അവർക്ക് മാത്രമായി നടക്കുന്ന ആ എക്സാമോട് കൂടി തന്നെ നമ്മുടെ ഈ ബാച്ചിലുള്ള എല്ലാവരും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഫോക്കസ് ആഗ്രഹിക്കുന്നത്. അതേ രൂപത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യും എന്ന രൂപത്തിൽ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ ഇപ്പോ ഏകദേശം അവരുടെ മാർക്ക് ഗ്രൂപ്പുകളിലും പേഴ്സണലായിട്ടൊക്കെ അറിയിച്ചിട്ടുണ്ട്. വളരെ വലിയ സന്തോഷമുണ്ട്. അവർക്കൊക്കെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് പറയാ, പിന്നെ മാഷന്മാർ മാത്രമല്ല, നിങ്ങളൊക്കെ പുലികളാണ് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പല ആശങ്കകളും അറിയിച്ചിരുന്ന ആളുകളുടെയൊക്കെ മാർക്ക് കേട്ടപ്പോൾ സന്തോഷമുണ്ട്. അതായത് അധിക ആളുകൾക്കും ഇപ്പൊ 82 മാർക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും നേടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുമ്പ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുത്ത് 100-ലധികം 120-ലധികം ഒക്കെ മാർക്ക് ചെയ്ത് ഒരുപാട് ആളുകളെ കാണുമ്പോൾ വളരെ വലിയ സന്തോഷമുണ്ട്. അപ്പോ തൊട്ട് പിന്നിലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും പിന്നിലല്ല. നിങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ നൽകിയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും എല്ലാവരും ക്വാളിഫൈ ചെയ്യുക തന്നെ ചെയ്യും. അതോടൊപ്പം പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപക്ഷെ ഇപ്പോഴും, ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ ബന്ധപ്പെട്ട എന്റെ കൂടെ പഠിച്ച ആളുകൾ പോലും അവർക്ക് ഇപ്പോഴും ഒരു ഡയറക്ഷൻ കിട്ടാത്തതിന്റെ പ്രശ്നമുള്ളത്. അവർക്ക് ഏകദേശം ഇപ്പൊ കേട്ടിട്ട് എഴുതണമെന്നും അതേപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴും കൃത്യമായി എങ്ങനെ പഠിക്കണം എന്ന് അറിയാത്ത ആളുകൾ. അപ്പൊ നമ്മൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴാണ് അവരറിയുന്നത്. ഇതേപോലെ നിങ്ങളുടെ പരിചയത്തിൽ ഒരുപാട് പേരുണ്ടാവും. എന്തായിരുന്നാലും നിങ്ങൾ പരിചയപ്പെടുത്തുമെന്നറിയാം. എന്നാലും ഒന്നുകൂടി നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുകയാണ്. ഇനി ഞങ്ങളല്ല സംസാരിക്കുന്നത്, ഇത്രയും സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. എന്നാൽ നമ്മുടെ ഈ ഒരു സംഗതികൾ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്ന് കുറച്ചുകൂടെ സംസാരിച്ചു എന്ന് മാത്രം. ഇനി നിങ്ങളാണ് സംസാരിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ്. ഫോക്കസിന്റെ ഏതേത് ബാച്ചിലും നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് അടുത്ത ബാച്ച് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ, അതിന് വലിയ പ്രാസംഗികരോ സംസാരിക്കുന്ന ആളുകളോ ആവേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നും അതേപോലെ തന്നെ എന്തെങ്കിലും
ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ സംസാരത്തിലേക്ക് കൂടി നമ്മൾ ഇനി നീങ്ങുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇത്തവണ കേട്ടറ്റിന്റെ റിസൾട്ട് വന്ന ശേഷം നമുക്ക് ഒന്നുകൂടി ഈ രൂപത്തിൽ ഒരു ഫാമിലി മീറ്റ് ആകാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഇനി നിങ്ങളുടെ സംസാരത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിമാറുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇനി ഖാലിദ് സാർ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ അവസരമാണ്. മൈക്കുകൾ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. താല്പര്യമുള്ള ആളുകൾക്ക് സംസാരിക്കാവുന്നതാണ്. വലൈക്കും സലാം. നമ്മളിപ്പോൾ ഈ സർവീസിലുള്ള അധ്യാപകരായതുകൊണ്ട് അതെൻ്റെ BLO ഡ്യൂട്ടിയും കൂടി ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തന്നെ അതിലൊക്കെ ഇൻവോൾവ് ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ കേട്ടത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മാർക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ സർവീസിൽ നിന്ന് നമുക്ക് ശമ്പളത്തോടു കൂടി ഒരു 2 കൊല്ലത്തെ അല്ലെങ്കിൽ 1 കൊല്ലത്തെ ലീവ് തരികയാണെങ്കിൽ ഇപ്പോൾ ഈ 150 വാങ്ങാനും ഒരു പ്രശ്നമില്ല എന്നും ഖാലിദ് സാറിനെ പോലെയുള്ള ആളുകളുടെ, അതുപോലെ തന്നെ നഹ്വിന് നേരത്തെ സാറിൻ്റെയൊക്കെ ക്ലാസ് എങ്ങനെയാണ് ഒരു ഭാഷയെ ആസ്വദിക്കുക എന്നുള്ളത് നമുക്ക് പുതിയ അനുഭവമായിട്ട് വന്നു എന്നുള്ളതും ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. എനിക്കിപ്പോൾ 48 വയസ്സായി. ഈ 48 വയസ്സിലും ആവേശത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഉന്മേഷത്തോടെയും ഈ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുന്നു. പുതിയ ആസ്വാദന തലം, ബലാഗയുടെയും അതുപോലെ തന്നെ നഹ്വിൻ്റെയും ആസ്വാദന തലത്തിലേക്ക്, മറുളയുടെയും ആസ്വാദന തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും, ഈ ക്ലാസ് ഇനി കിട്ടിയാലും ഇതിനെ ഒരു ആഴത്തിൽ വിധേയമാക്കണം എന്നുള്ള ഒരു സന്തോഷം കൂടി ഇതിൽ ഞാൻ പങ്കുവെക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ശുക്രൻ ജസാക്കുമുല്ലാഹ് ഹസന ജസാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാൻ തൃത്താല GMLP സ്കൂൾ വർക്ക് ചെയ്യാണ്. ഞാൻ ഇനി 5 വർഷമില്ല എനിക്ക് റിട്ടയർമെൻറ്റിന്. 2030 ശരിക്കും കേട്ടിട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചു കാലം ഗൾഫിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് 15 ഇയറിലുള്ള ഗ്രേഡ് ഈ വർഷം അവസാനം വരുന്നത്. അത് കിട്ടണമെങ്കിൽ കേട്ടിട്ട് വേണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായതുകൊണ്ടാണ് കേട്ടിട്ട് എഴുതാൻ തീരുമാനിച്ചത്. പിന്നെ എന്തായാലും എഴുതിയെടുക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്തു. നിങ്ങളെ ഈ സംരംഭം വളരെ ഉപകാരപ്പെട്ടു. ഞാൻ കൃത്യമായി ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാറില്ല. എനിക്ക് ആ സമയത്ത് വേറെ ചില ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉള്ളത് കാരണം. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് നമ്മുടെ ഈ അറബി ഭാഷയുമായി സ്കൂളിലെ പുസ്തകത്തിനപ്പുറം ഒരു ബന്ധമില്ലാത്ത ഒരു കാലമാണ്. സൈക്കോളജിയുമായി ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കാനും ഒന്ന് ഒരിക്കൽ കൂടി അതിലൂടെയൊക്കെ കടന്നു പോകാനുണ്ടായ അവസരം വളരെ മികച്ചതായിരുന്നു. വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള അവതരണങ്ങൾ പ്രശംസനീയമാണ്. ഞാൻ മാർക്കും മറ്റൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഞാൻ കേട്ടിട്ട് 3 എഴുതിയിരുന്നു, 4 എഴുതിയിരുന്നു. രണ്ടും കിട്ടും. 100-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. പ്രിയമുള്ളവരെ, എൻ്റെ പേര് നൗഷാദ് മുഹീദ്ദീൻ എന്നാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാല ഉപജില്ലയിലെ ഒരു ഗവൺമെന്റ് UP സ്കൂളിലെ LP അധ്യാപകരാണ്. 26 കൊല്ലമായി സർവീസിൽ. 21 വയസ്സിൽ ജോലി കിട്ടിയതാ. അന്നൊക്കെ പഠിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ജോലി കിട്ടിയത്. പക്ഷെ പിന്നീട് പഠനമായി പൂർണ്ണമായ ബന്ധം വിട്ട് കേട്ടറ്റെന്നൊരു വലിയൊരു പരീക്ഷണം മുന്നിൽ വന്നപ്പോഴാണ് തിരിച്ച് അതിലേക്ക് 26 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നത്. അപ്പൊ നേരത്തെ കേട്ടിട്ട് കിട്ടിയ എൻ്റെ ഒരു സുഹൃത്തുണ്ട്.
അദ്ദേഹം ഇപ്പോഴാണ് PhD ശ്രമിക്കുന്നത്. 6 വയസ്സായി. അദ്ദേഹമാണ് ഫോക്കസിനെ പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ എത്തേണ്ടടുത്ത് തന്നെ എത്തി എന്നതാണ് അതിൽ ഉണ്ടായ വലിയൊരു ഭാഗ്യം. ഗ്രാമറിന്റെ വിഷയത്തിലൊക്കെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. 120ഓളം മാർക്ക് ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷേ ടോട്ടൽ ഒരു വല്ലാത്ത പേടി ഉണ്ടായിരുന്നു. ആ പേടി ഇല്ലാതാക്കി തന്നതും ഇങ്ങനെ നല്ലൊരു ആത്മവിശ്വാസം തന്നതിലും സാറുമാരെ പങ്ക് വളരെ വലുതാണ്. ലളിതമായി ഇതിനെ അവതരിപ്പിക്കുകയും ഏറ്റവും മനോഹരമായി നമുക്ക് നേടാം എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം നൽകുകയും ചെയ്തതിൽ ഫോക്കസിന്റെ പങ്ക് വളരെ വളരെ വലുതാണ്. ഫോക്കസ് എടുത്ത എഫർട്ട് അത് ക്ലാസ്സിൽ തരുന്നതിലും അത് പിന്നെ യൂട്യൂബ് ലിങ്ക് തരുന്നതിലും പിന്നെ PDF അയച്ചു തരുന്നതിലൊക്കെ വായിച്ച സംഖ്യയും അതും വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ടിനാണ് വലിയൊരു സേവനം നൽകിയത്. അതിലപ്പുറമാണ് ആത്മവിശ്വാസം നൽകിയത്. അത് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിന് വിലമതിക്കാനാവില്ല. എല്ലാ അർത്ഥത്തിലും അൽഹംദുലില്ലാ. പ്രാർത്ഥനകൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഫോക്കസിൽ ആദ്യം ജോയിൻ ചെയ്തത് നെറ്റുമായി ബന്ധപ്പെട്ട ഇതിലാണ്. പിന്നെ അത് എനിക്ക് സമയത്ത് വ്യക്തിപരമായ ചില തിരക്കുകളും പ്രയാസങ്ങളും വന്നതിനാൽ സമയത്ത് നടന്നില്ല. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നത്. ഇവിടെ നേരത്തെ ഒരു സാറ് സൂചിപ്പിച്ചതുപോലെ എനിക്കും ഈ ജൂൺ മാസത്തിലൊരു ഗൈഡ് വരുന്നതുകൊണ്ട് സർക്കാരിന്റെ ആദ്യത്തെ ഉത്തരവിൽ പ്രൊമോഷൻ എന്നുള്ളത് വന്നത് കൊണ്ടാണ് മെയിനായിട്ട് പിന്നെ ആ നെറ്റിൻ്റെ അവിടെ ഒഴിവാക്കിയിട്ട് ഇത് നെറ്റിന്റെ ഇത് കണ്ടപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തു. ഈ പറഞ്ഞതുപോലെ അന്ന് ഓഫർ റേറ്റ് പോലെ വന്നു ജോയിൻ ചെയ്തു. അതൊക്കെ ഒരു ചെറിയ തുകയാണ്. പിന്നെ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ലൈവ് ക്ലാസ്സിന് കൃത്യമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ തിരക്ക് വെച്ചിട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഷുവർ ഷൂട്ട് തുടങ്ങിയപ്പോൾ അതിൽ കൂടി ആണ് കുറച്ച് ഫോക്കസ് ചെയ്ത് പോയത്. അൽഹംദുലില്ലാ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നോമ്പും അതിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പൊതുവേ നോമ്പിന് ഇപ്പോൾ ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ വല്ലാത്ത തലേദിവസമൊക്കെ ഭയങ്കരമായി ശരിക്കും പറഞ്ഞാൽ എഴുതണ്ട, ഇനിയിപ്പോൾ സർവീസിലുള്ളവരുടെ പരീക്ഷ വരുമ്പോൾ എഴുതിയാൽ മതി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു സർവീസ് ഉള്ളത് കൊണ്ട്. പക്ഷേ നമ്മുടെ ഖാലിദ് സാറിന്റെ ആ ഒരു പരീക്ഷ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു ക്ലാസ്സും അദ്ദേഹം തന്ന ഒരു ഈമാനികമായ ഒരു ഉണർവും ഒരു തവക്കലും അത് ഞാൻ എടുത്തു പറയുകയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ഒരു സംസാരം വച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ഇതായി, ധൈര്യവും മറ്റു കാര്യങ്ങളുമായി അങ്ങനെ പോയി. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പിന്നെ ചില OMR ചെറിയ വിഷയങ്ങളൊക്കെ വന്നെങ്കിൽ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ 3 പേപ്പറിന്റെ 140 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ അതിൽ OMR കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നൊരു ഫാൾട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ അൽഹംദുലില്ലാ ഒരു 115 മാർക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ ഒരു ഫോക്കസിന്റെ ക്ലാസ്സുകൾ തന്നെയാണ്. അതിന്റെ നോട്ട്സും ഒന്ന് ഓടിച്ച്, അതും കാര്യമായി നോക്കിയെന്ന് പറയാൻ കഴിയില്ല, ഒന്ന് ഓടിച്ച് പോയപ്പോഴാണ് ഇത്രയും ഒരു ഇത് കിട്ടിയത്. അൽഹംദുലില്ലാ. ഈ പണം കാര്യമായി നോക്കാതെ തന്നെ അറബി ഭാഷയുടെ പ്രചരണത്തിന് ഫോക്കസ് നടത്തുന്ന ഈ സേവനത്തിന് എല്ലാ അധ്യാപകർക്കും നേതൃത്വം നൽകുന്നവർക്കും അള്ളാഹു എല്ലാ ഖൈറും ബർക്കത്തും പിന്നെ ഇൽമില് വർധനവും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആ വസിയത്തുകൾ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നസ്രുദ്ദീൻ. ഞാൻ ഇരുമ്പുഴിയിലാണ്. എനിക്ക് സർവീസ് 25 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഫോക്കസിൽ ഇപ്പോൾ ഒരു പഠിതാവ് തന്നെയാണ് പരിചയപ്പെടുത്തി തന്നത്. ഫോക്കസിൽ ചേർന്നതോട് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിന് ശേഷം ഓരോ ദിവസവും വരുന്ന എക്സാം ഉണ്ടല്ലോ, അത് വലിയ ഫലം ചെയ്തു. ആദ്യം കുറഞ്ഞ മാർക്കേ കിട്ടുള്ളൂ, അത് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ചെയ്ത് നല്ലൊരു മാർക്ക് കിട്ടാൻ കഴിഞ്ഞു. ഏകദേശം 113 മാർക്കാണ് കാണുന്നത്. വളരെ നന്നായി. പിന്നെ ഖാലിദ് സാറിന്റെ ഒരു ധൈര്യം പകരുന്ന അവസാനത്തെ ക്ലാസ് അത് വിലമതിക്കാൻ വലിയ ഉപകാരപ്രദമായി. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഫോക്കസിന്. അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു കൂടുതൽ നന്നായി മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം.
ഞാൻ അബ്ദുൽ ജലീൽ, കണ്ണൂർ അഞ്ചരക്കണ്ടിയാണ്. ഒരു ഗവൺമെന്റ് സ്കൂൾ വർക്ക് ചെയ്യുന്നു. വയസ്സ് 53 HM പ്രൊമോഷൻ കാത്തിരിക്കുന്നതുകൊണ്ട് കേട്ടിട്ടിൽ അഡ്മിറ്റ് ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേട്ടറ്റിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു. അപ്പൊ എനിക്ക് ക്ലാസ് കേൾക്കാനും ഒന്നും അവിടെ നിന്ന് കഴിഞ്ഞില്ല. 8-ാം തീയതി നാട്ടിലെത്തിയതിനു ശേഷമാണ് കുറച്ച് ക്ലാസ് ഒക്കെ കേട്ടത്. പിന്നെ കുറച്ച് ക്ലാസ് സാറിനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അൽഹംദുലില്ലാ ഏറ്റവും ഉപകാരപ്പെട്ടത് നമ്മുടെ ആ ഒരു ഓരോ ക്ലാസ്സിന് ശേഷം വരുന്ന നമ്മുടെ പരീക്ഷകളുണ്ടല്ലോ, ആ പരീക്ഷകളായിരുന്നു. ഗൂഗിൾ ഫോമിലുള്ള പരീക്ഷകൾ. അത് അൽഹംദുലില്ലാ ഏകദേശം 18, 10, 19 ഒക്കെ ആയിട്ട് തന്നെ കിട്ടി. കിട്ടാത്തത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തപ്പോൾ ഏകദേശം ഒരു ഏറ്റവും കൂടുതലായിട്ട് ഓരോ തവണയും ചെയ്തുകൊണ്ട് ഞാനത് ആക്ടിവിറ്റിയിൽ അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു കോൺഫിഡൻസ് അതുവഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വായിച്ച് ഒരുപാട് ക്ലാസ് കേൾക്കുന്നതിനപ്പുറം അത് തന്നെ ചെയ്തപ്പോൾ വലിയ ഉപകാരപ്പെട്ടു. കൂട്ടത്തിൽ അവസാനം സാറ് തന്ന പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞ ഖാലിദ് സാറിന്റെ ക്ലാസ്, അത് ഏറ്റവും ഉപകാരപ്പെട്ടത്. നമ്മൾ ഉത്തരങ്ങൾ ഒന്ന് ചെറിയ ഒരു മാർക്ക് ചെയ്തിട്ട് പിന്നീട് ബബിൾ ചെയ്യുക എന്ന് പറഞ്ഞ ആ കാര്യം വളരെ ഉപകാരപ്പെട്ടു. കാരണം പ്രായം കൂടുതലുകൊണ്ട് കണ്ണിന് കാഴ്ച പിടിക്കാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ബബിൾ ചെയ്യുന്നത് തെറ്റിപ്പോവാ എന്നുള്ളത് ഒഴിവാക്കാൻ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു നല്ല ആശയമാണെന്ന്. അപ്പോൾ അടുത്ത OMR പരീക്ഷയൊക്കെ നേരിടുന്നവർ ആദ്യം തന്നെ നമ്മൾ ഉത്തരപേപ്പറിൽ ചോദ്യക്കടലാസിൽ മാർക്ക് ചെയ്തതിന് ശേഷം അത് നോക്കിയിട്ട് ബബിൾ ചെയ്യേണ്ട കറക്റ്റ് പോയിന്റിൽ ഒരു കുത്തിട്ട് വെച്ച് പിന്നീട് ഒന്നായിട്ട് 5 10 ഒക്കെ ഒന്നായിട്ട് ബബിൾ ചെയ്യാൻ വേണ്ടി നോക്കുകയായിരിക്കും കുറച്ചുകൂടി സമയം ലാഭിക്കാനും കുറച്ചുകൂടി തെറ്റിപ്പോവാതിരിക്കാനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നല്ല ക്ലാസ്സുകളായിരുന്നു. കൃത്യമായിട്ട് PDF കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 199 രൂപക്ക് അപ്പുറം ഒരു 19,000 അല്ല 20,000 കൊടുത്താലും മതിയാവാത്ത അത്രയും ക്ലാസ്. ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക ബെനിഫിറ്റ് അല്ല, മറിച്ച് അറബി ഭാഷയുടെ പ്രചരണവും കൂടുതൽ പേര് കേട്ടിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു എന്ന് ബോധ്യമാണ്. അള്ളാഹു താല ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എൻ്റെ പേര് ഷൈജലാണ്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിക്കടുത്ത് കല്ലുരുട്ടിയാണ് സ്വദേശം. വെണ്ണക്കോട് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 1.5 മാസം മുമ്പാണ് ഫോക്കസ് അക്കാഡമിയിൽ എൻ്റെ സുഹൃത്തുക്കൾ വഴി ചേർന്നത്. അപ്പൊ ഞാനിത് ഈ മോളിൽ ഒരാൾ പറഞ്ഞതുപോലെ ഞാനൊരു BLO ആയിരുന്നു. BLOയിലെ ഫസ്റ്റ് വർക്കുകളൊക്കെ ആദ്യത്തെ ഒരു 2 മാസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ ഫ്രീ ടൈം കിട്ടി. ഫ്രീ ടൈം കിട്ടിയ സമയത്ത് എനിക്ക് വീട് സംബന്ധമായിട്ടുള്ള കുറെ ജോലികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ 3 രീതിയാണ് ഈ ഫോക്കസ് അക്കാഡമിയിലെ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തിയത്. ഒന്ന്, ഞാൻ ഇയർപോഡ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ക്ലാസ്സുകൾ കേട്ടു. അത് ആദ്യത്തെ ഒരു 15 ദിവസം കൊണ്ട് ആ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. 15-20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള സമയത്ത് ഇത് മുഴുവനും നോട്ട്സ് ആക്കി ഏകദേശം ഒരു ബ്രീഫ് ആക്കിയ രീതിയിൽ തന്നെ എഴുതി വെച്ച് പിന്നെ അവസാനത്തെ ഒരാഴ്ച ആ ബ്രീഫ് ഒന്നുകൂടെ ബ്രീഫാക്കി. അങ്ങനെ പരീക്ഷന്റെ തലേന്നും അതിന്റെ തലേന്നൊക്കെ ആയിട്ട് അതിങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നേ. ഏതായാലും അൽഹംദുലില്ലാ എനിക്കിപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 110ഓളം മാർക്ക് എനിക്കിതിൽ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഫോക്കസ് അക്കാഡമിയുടെ ഈ സേവനം എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ തരുന്ന പരീക്ഷകൾ അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഒരു കോൺഫിഡൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ കോൺഫിഡൻസ് ആകെ തെറ്റിപ്പോയത് തലേന്ന് ഞങ്ങൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നു. അതിൽ സൈക്കോളജി പേപ്പർ നോക്കിയപ്പോൾ ആകെ തല ഇറങ്ങിപ്പോയി. അതിൽ തലേ ദിവസം ശരിക്കും അതിൽ ബേജാറായിരുന്നു, ഇങ്ങനത്തെ പേപ്പറാണല്ലോ പഠിച്ചവനെ കിട്ടുക എന്നുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ വളരെ സിമ്പിളായ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഇതിനെ സഹായിച്ച എല്ലാവർക്കും ഫോക്കസ് അക്കാഡമിയിലെ എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള എല്ലാ വർക്കത്തും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എല്ലാവരെയും ഇതിലേക്ക് ഞാൻ ഈ അക്കാഡമിയിലേക്ക് ചേർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമെന്ന് വീണ്ടും പറയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വലൈക്കും സലാം. എൻ്റെ പേര് മുനീർ. ഞാൻ വർക്ക് ചെയ്യുന്നത് കിണാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലാണ്. പിന്നെ ഒരുപാട് ആളുകൾ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ സമയത്ത് ഫോക്കസ് അക്കാദമിന്റെ സുസ്ഥിരമായിട്ടുള്ള സേവനത്തിനെ കുറിച്ചൊരു വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് നന്ദികേടാവും എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ള ആളുകളെ ഇടയിലും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഈ പറഞ്ഞ പോലെ തന്നെ മുൻപ് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സും അതിൽ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ പഠിക്കുന്ന കാലത്ത് പോലും ശ്രദ്ധിക്കാത്ത ചില മേഖലകളാണ് ബലാ അറൂല എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് അതിൻ്റെതായിട്ടുള്ള ബേസ് മുതൽ അതിൻ്റെ ഒരു ലെവൽ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ പിന്നെ നമുക്ക് കഴിഞ്ഞു. ആ ക്ലാസ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയാ, നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ്സുകളായിരുന്നു. അതേപോലെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സുകളും ഉണ്ടായിട്ടുള്ളത്. നല്ല ഫാക്കൽറ്റീസ് ആണ് ഈ ഫോക്കസ് അക്കാഡമി നമുക്ക് പഠിതാക്കൾക്ക് വേണ്ടി നൽകുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രത്യേകം നിങ്ങൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ തുച്ഛമായ റൈറ്റിന് വേണ്ടി, മറ്റുള്ള ആളുകളൊക്കെ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മേഖലയായിട്ട് ഇതിനെ കാണുമ്പോൾ നിങ്ങൾ അറബി ഭാഷ പിന്നെ എന്താണ് അതിൻ്റെ ഉയർച്ചയ്ക്കും ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകളെ ഒരു ഡയറക്ഷൻ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൽ വളരെയധികം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന നമ്മൾ ഈ കോഴ്സിന് എന്നുള്ളതല്ല, കേട്ടിട്ട് എന്നുള്ളതല്ല, മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ചേരുന്ന പല കോഴ്സുകളിലും ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡെയിലി ടെസ്റ്റുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. അപ്പോൾ തുടർന്നും ഇത്തരം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ ഫോക്കസിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാനും എക്സാം എഴുതിയിട്ട് 100-ലധികം മാർക്കുകൾ കാണുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഞാൻ നമ്മളെ ഗ്രൂപ്പിലിട്ടിട്ടുള്ള ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലുള്ള ആ ഒരു മാർക്കിൻ്റെ ആ ഡീറ്റെയിൽ നോക്കിയ സമയത്ത് അതിൽ ഉള്ള 3 ഉത്തരങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ തെറ്റായിട്ട്, അതായത് ഗൂഗിളിൽ വേറെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പം ഏതാണെങ്കിലും ഇനി ഔദ്യോഗികമായിട്ടുള്ള സൂചിക വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഏതാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫോക്കസിന്റെ ഈ ഒരു കോഴ്സിൽ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് പരതി നോക്കി എക്സാമിന് അഭിമുഖീകരിക്കാം എന്നായിരുന്നു എൻ്റെ തുടക്കത്തിലുള്ള ലക്ഷ്യം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അധ്യാപകർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ നൽകുന്ന ടീമൊക്കെ ഉണ്ടോ എന്നുള്ള അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് യാദൃശ്ചികമായിട്ട് എൻ്റെ സുഹൃത്ത് ഒരു കോയ റഹ്മാനിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിനെയാണ് ഉസാമ സാറെ പരിചയപ്പെടുത്തി എനിക്ക് തരികയും അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ഈ ഒരു കോഴ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഉസാമ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ജൂനിയർ സ്റ്റുഡൻ്റായിട്ട് കടമ്പേരി കോളേജിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഏതായാലും വളരെ സന്തോഷം. ഈ ഒരു ഫോക്കസ് ടീമിലെ എല്ലാ ഫാക്കൽറ്റീസും ഒന്നിനൊന്നിന് മികച്ചും. ഞാൻ അവരെങ്ങനെ പൊന്തിച്ച് പറയാമെന്നറിയില്ല. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ആരോഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്. കാരണം അത്രയും നല്ലൊരു ക്ലാസ്സുകളിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. കാരണം എങ്ങനെയാണ് ഈ ഒരു സമയത്ത് 2006 ജോയിൻ ചെയ്ത് 20 വർഷത്തെ സർവീസിന് ശേഷം ഇനി ഇങ്ങനെ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ പഠിച്ചവൻ്റെ തൗഫീഖോട് കൂടിയിട്ട് 20 വർഷത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഒരു രൂപത്തിൽ പഠനം ചിലപ്പോൾ മുമ്പ് നടത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു PSC ചിലപ്പോൾ അവസരം തരികയാണെങ്കിൽ അതുകൂടി അച്ചീവ് ചെയ്ത് ഗവൺമെൻറ് സർവീസിലേക്ക് കയറാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഫോക്കസ് ടീം നൽകിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇനി ഇൻഷാ അല്ലാഹ് ഈ ഒരു പഠനം ഇപ്പം തന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ ദിവസേന ഇടയ്ക്കിടയ്ക്ക് ഒന്നരാടം കൂടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു PhD എങ്ങനെയെങ്കിലും എടുക്കണം. ഇനി ഇൻഷാ അല്ലാഹ് അതിനൊക്കെ കഴിയുമെന്നുള്ള ഒരു ആത്മധൈര്യം ഫോക്കസ് തന്നിരിക്കുകയാണ്. അതിനുള്ളൊരു സപ്പോർട്ടും ഫോക്കസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് നമ്മുടെ ഒരു റിസൾട്ടിനും കാര്യങ്ങൾക്ക് ശേഷം വെക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. അപ്പോഴേ നമുക്ക് കൂടുതൽ ഇൻട്രാക്ഷൻ നടത്താൻ കഴിയുള്ളൂ. ഏതായാലും എല്ലാ
സപ്പോർട്ടിനും അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ നൽകാനുള്ളൂ. നാഥൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. സാർ നിങ്ങളെ പേരെന്താണ്? മൻസൂറാണ്, മൻസൂർ കാരാടാണ്. ഞാൻ ആ കടമേരെ പഠിച്ചിരുന്നത്. അന്ന് നിങ്ങൾ ജൂനിയർ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഓർമ്മ ആ ഉണ്ടാവും എന്ന് വിചാരിക്കണേ. ആ ഉണ്ട്, 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 ഉണ്ട്. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സൽമ എന്നാണ്. വീട് മലപ്പുറം തിരൂര്. വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പിന്നെ ഫോക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. വാക്കുകളില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എല്ലാം ജെൻസ് ആണ് സംസാരിച്ചത്. അവർക്ക് ഒരുപാട് സമയമുണ്ടെന്ന് അറിയാം. കുട്ടികളെ നോക്കണ്ട, വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളും വീട്ടുജോലികളും സ്കൂളും എല്ലാം കൂടി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫോക്കസിലെ അധ്യാപകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പഠിതാക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെ എന്താ പറയാ, മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു കൊടുക്കും ഓരോ പോയിന്റുകൾ. അതുപോലെയാണ് അവരുടെ ക്ലാസ്സുകൾ മാത്രമാണ് ഞാൻ കേട്ടത്. പിന്നെ ഈ ഡെയിലി ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ വിടാതെ കംപ്ലീറ്റ് അത് ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ളൊരു വാശിയിൽ അത് ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും പുലർച്ചെ 4:30 എണീക്കും. 4:30 മുതൽ നമ്മളെ ക്ലാസ് അങ്ങനെ കേൾക്കും. ഒരു 6-6:30 ആകുമ്പോൾ എൻ്റെ മോളെ എണീക്കുന്ന ആ സമയം വരെ ക്ലാസ് കേൾക്കും. ആ ക്ലാസ് കേട്ടതാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ ഷോർട്ട് നോട്ട് എഴുതാനോ PDF നോട്ട് മുഴുവനായിട്ട് പഠിക്കാനോ അങ്ങനെയുള്ളതിനൊന്നും സമയമില്ല. പക്ഷേ ഈ ക്ലാസ്സുകൾ തന്നെ മതി. സൈക്കോളജി ടീച്ചറിന്റെ അതുപോലെ കാലി സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഒന്നും പറയാനില്ല. അറിവ് എല്ലാം നല്ല അടിപൊളി ക്ലാസ്സുകൾ. അതൊക്കെ ആ ക്ലാസ്സുകൾ കേട്ട ഒരു ഇതിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പരീക്ഷാ ഹാളിൽ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോ അധ്യാപകരെയാണ് മനസ്സിൽ വന്നത്. എന്തായാലും വളരെ നന്നായിട്ട് തന്നെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ച് 100 മാർക്കിൽ കൂടുതൽ തന്നെ ഉണ്ട് ഇപ്പോ. ഇനി പിന്നെ പുതിയ ആൻസർ കീ വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നല്ല ഒരു എഫർട്ടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. എല്ലാവരും അതിൽ സംതൃപ്തരായിരിക്കും. ഓക്കെ, അപ്പൊ ഹൃദ്യമായ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ THS നായമാർമൂല സ്കൂളിൽ 26 വർഷം സർവീസുള്ള ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. എനിക്ക് കോളേജ് 7 വർഷത്തെ പഠനത്തിന് കിട്ടാത്ത 7 വർഷം കൊണ്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഇതിന് സംഘാടകരായ നമ്മുടെ അഡ്മിൻ പാനൽസിന് ആത്മാർത്ഥമായി അള്ളാഹു ആരോഗ്യത്തോടുള്ള ആഫിയത്ത് റബ്ബ് അവർക്ക് നൽകി ഇഹലോകത്തും പരലോകത്തും ഉത്തമമായ പ്രതിഫലം നൽകിയവരെ അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ എന്താ വെച്ചാൽ എനിക്ക് പരീക്ഷാ സമയത്തൊക്കെ ഞാൻ നല്ല സ്കോർ നേടുമായിരുന്നു. പക്ഷെ എന്തോ ശാരീരികമായ പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ അങ്ങനെ കൊണ്ട് എനിക്ക് എക്സാമിന് ശരിക്കും ഇത് എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാ, കാലി സാർ പറഞ്ഞ പോലെ പൈസേനെ 1000 കൊടുത്തിട്ടാണെങ്കിലും എത്ര കൊടുത്തിട്ടാണെങ്കിലും ഈ ഫോക്കസിൽ എന്ത് നേടുന്നതിലും നമുക്ക് അഭിമാനം തന്നെ. ഞാൻ നമ്പർ കൊടുത്തിട്ട് എൻ്റെ സുഹൃത്ത് തന്നെ എൻ്റെ സ്കൂളിൽ തന്നെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ. അപ്പോൾ അവളാണ് മർസുവ ടീച്ചർ. അന്ന് എനിക്ക് ഇതിൻ്റെ നമ്പർ സാറിൻ്റെ തന്നതും അങ്ങനെ സാറിനെ പരിചയപ്പെട്ടു. എൻ്റെ ഇത്തയും അവിടെ മമ്പാട് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ എനിക്ക് ഫോക്കസ്ഡായിട്ട് കൂടുതൽ ബന്ധങ്ങളായി. പിന്നെ കാലി സാർ കാസർഗോഡ് മഞ്ചേശ്വരത്ത് 2 പ്രാവശ്യം വന്നിരുന്നു. ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നത് ഫോക്കസ് അല്ലാതെ വേറെ ഒന്നിൽ നിങ്ങൾ ജോയിൻ ചെയ്യണ്ട. ഇപ്പൊ പരീക്ഷ എഴുതുന്നതിന് മുന്നേ എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ, ഫോക്കസ് ഒരു വലിയൊരു എന്താ പറയാ പ്രസ്ഥാനമായി മാറട്ടെ. പക്ഷെ എനിക്ക് പ്രയാസമുള്ളത് എനിക്കത് ക്വാളിഫൈ ആവാൻ കഴിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം മനസ്സ് പ്രയാസത്തിൽ ഒരു 2 ആഴ്ചയായി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത പരീക്ഷയിലെങ്കിലും, അറിയില്ല കിട്ടുമെന്ന് അറിയില്ല, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയാൽ ആയി. എന്നാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സുകളും. എനിക്ക് പ്രയാസം എന്താ വെച്ചാൽ പ്രായം ഞങ്ങൾക്ക് ഇനി PSC എഴുതാനുള്ള പ്രായമെല്ലാം കഴിഞ്ഞു. 50 എല്ലാം കഴിഞ്ഞു. 52 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് ഇനി ഒരു ഹയർ സെക്കൻഡറി ഇതിലേക്കോ ഞാൻ ഹയർ സെക്കൻഡറി പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ആ നിയമം വന്നാൽ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. പലരും എന്നെ നെഗറ്റീവ് ഇത് തന്ന് എഴുതുന്നതിനെ ഇൻസൾട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് പോസിറ്റീവ് എനർജിയിലൂടെ തന്നെ ഈ ക്ലാസ്സിലേക്ക് കയറുന്നതാണ് ഞാൻ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. പിന്നെ എല്ലാ ടെസ്റ്റും ഡെയിലി തരുന്ന എല്ലാ ടെസ്റ്റും രാത്രി 1 മണിയായാലും അത് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സ്കോർ എടുത്തിട്ടേ ഞാൻ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ലാസ്റ്റ് ടൈമുള്ള ഒരു പ്രയാസം കൊണ്ട് എനിക്ക് അത് കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ ഒരു വിഷമം. എന്നാലും കാലി സാർ ആദ്യം തന്നെ പറഞ്ഞിന് അതിന് നമുക്ക് വീണ്ടും അതിനുള്ള ടീച്ചേഴ്സിന് മാത്രമായിട്ടുള്ള ക്ലാസ് സംഘടിപ്പിക്കും. ഇൻഷാല്ലാ ഞാൻ നമ്പർ കൊടുത്തിട്ട് ചേർന്നവര് ഷഫീഖത്ത്, അതുപോലെ ഫരീദ ടീച്ചർ, അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം ഹലീമ ടീച്ചർ, അവർക്കെല്ലാം നല്ല സ്കോർ ഉണ്ട്. അൽഹംദുലില്ലാ. ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമായി അവർക്കത് കേട്ടിട്ട് കിട്ടിയുള്ളത് എനിക്കും കൂടി അള്ളാന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. ഏതായാലും പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിങ്ങൾ ചെയ്ത ഫാമിലി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നാളെ പരലോകത്തേക്കും കൂടി ഇത് മുതൽക്കൂട്ടായി നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഞാനുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഏതായാലും ഉസാമ സാറ്, കാലി സാറ് എല്ലാവരോടും പ്രത്യേകം പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും. കാരണം ഞങ്ങളുടെ ഗുരുനാഥന്മാരാണ്. കണ്ണിൽ കാണാത്ത, കണ്ടിട്ട് അറിയാത്ത, പരിചയമില്ലാത്ത ഗുരുനാഥന്മാരാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എന്തായാലും ഒരിടം ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തുള്ള ആയുസ്സും ആഫിയത്തും മാരകമായ പരീക്ഷണങ്ങളും കഠിന പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരും കാത്തു സംരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിനൊരു സമയം നമുക്ക് തന്ന ഞങ്ങൾ എത്ര സ്തുതിച്ചാലും തികയില്ല. മുഖസ്തുതി പറയല്ല. ഇങ്ങനെ ഒരു ഫോക്കസിനെ കൊണ്ട് എനിക്ക് അൽഹംദുലില്ലാ അൽഫു മറ. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അഹ്സനുൽ ജസാ. ആമീൻ ആമീൻ യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും. സംസാരം നീണ്ടു പോയിട്ടുണ്ടാവാം, സോറി. അസ്സലാമു അലൈക്കും. ഹലോ, എൻ്റെ പേര് ഹാരിസ് എന്നാണ്, കണ്ണൂരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കാഞ്ഞങ്ങാട് GLPS ചിത്തരിസോത്ത്. ഫോക്കസിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാരണം ഏകദേശം 2-2.5 മാസമായി കാണും ജോയിൻ ചെയ്തിട്ട്. അതിനുശേഷം വളരെ മികച്ച രീതിയിൽ പണ്ഡിതന്മാരായ എല്ലാ അധ്യാപകരും എങ്ങനെയാണ് ഒരു മത്സര പരീക്ഷ ജയിക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. മാക്സിമം ഗൂഗിൾ ഫോം എല്ലാം ചെയ്തിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തെറ്റിയത് വീണ്ടും ആവർത്തിച്ച് ചെയ്തു. അങ്ങനെ ഒരു നോട്ട്സ് ഞാൻ എഴുതാൻ പറ്റിയില്ല. അത് എൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നം, ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട്, റെസ്റ്റിലായത് പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു എഴുതാതെ. കാരണം PG പഠിക്കുന്ന സമയത്ത് എഴുതി പഠിച്ചത്. പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നോട്ട്സ് എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ഒരുക്കി തന്നു. എനിക്ക് ഏകദേശം 2നും 100 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഫോക്കസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേൾക്കുന്നുണ്ടോ? വഅലൈക്കും സലാം. ഞാന് അബ്ദുൽ റസാഖ് എന്നാണ് പേര്. ഇവിടെ എടവണ്ണ ജാമിയ കോളേജിന്റെ പിൻഭാഗത്തുള്ള ഒരു LP സ്കൂളുണ്ട്, ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഒരു ഓരത്തിൽ നിന്നിട്ടാണ് ഈ ഫോക്കസ് അക്കാദമിയിൽ ചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം കല്യാണത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവനാണ് ഈ ഫോക്കസ് അക്കാദമിയെ കുറിച്ച് പറഞ്ഞതും അതേപോലെ ഉസാമ സാറ് നമ്പറൊക്കെ തന്നത്. അങ്ങനെ ജോയിൻ ചെയ്തു. എനിക്ക് കുറെ വൈകിട്ടാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ നിങ്ങൾ ചെയ്തിരുന്ന ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കേട്ട് നോട്ട്സ് ആക്കി. ഞാനൊരു പരീക്ഷയും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നോട്ട്സ് മാത്രമേ കയ്യിലുള്ളായിരുന്നു. അൽഹംദുലില്ലാ ഏതാണ്ട് 100ഓളം മാർക്കുണ്ട്. ഒരു അബദ്ധം പറ്റിയത്, എന്നെ പോലെ ഒരു അബദ്ധം ആർക്കും പറ്റരുത്.
എനിക്കൊരു അബദ്ധം പറ്റിയത് സൈക്കോളജി ക്ലാസ് അങ്ങനെ കേട്ടത് കൊണ്ടൊരു കാര്യമല്ല, നേരിട്ട് ക്ലാസ് കേൾക്കാണ്ടിരുന്ന പ്രയാസമാകുമെന്ന് ശരിക്കും ബോധ്യപ്പെട്ടു. സൈക്കോളജി ഏതാണ്ട് മാർക്കൊക്കെ പോയി, ഒരു 10 മാർക്കോളം കിട്ടിയിട്ടുള്ളൂ സൈക്കോളജി. പക്ഷെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഈ ക്ലാസ് കേട്ട് അത് നോട്ട്സ് ആക്കിയ നോട്ട്സ് പഠിച്ചത് കൊണ്ട് വളരെ ഉപകാരപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഖാലിദ് സാറാണെങ്കിലും ഉസാമ സാറാണെങ്കിലും മറ്റെല്ലാ സാറുമാരും കോളേജിലൊന്നും കിട്ടാത്ത അത്രയും ഭംഗിയായിട്ടാണ് ക്ലാസ്സൊക്കെ എടുത്തത്. അള്ളാഹു അവർക്ക് അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. പരലോകത്ത് നാളെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് അള്ളാഹു ഇവർക്ക് ഈ ഇൽമ്, പ്രത്യേകിച്ച് അറബി ഭാഷയെ ഇത്രമാത്രം ശക്തമാവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ ശരിക്കും തുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. എൻ്റെ പേര് ഗൻസ. ഞാന് ഫോക്കസ് അക്കാദമിയിലെ പഴയൊരു തറവാട്ടുകാരിയാണ്. നെറ്റിന് വേണ്ടിയിട്ട് 2023 22 കേറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഇങ്ങനെ നെറ്റ് എഴുതുന്നുണ്ട്. പക്ഷെ പിന്നെ എന്താണ്, അത് ഇതേപോലെ കേട്ടിട്ട് പഠിച്ച പോലെ പഠിക്കുകയാണെങ്കിൽ കിട്ടും എന്നാണ് ഇപ്പൊ ഒരു വിശ്വാസം വരുന്നത്. കാരണം 5 വർഷമായിട്ടുള്ള കേറിയിട്ട് 2021 കയറുന്നത്. തൃശ്ശൂർ ജില്ലയില് GHSS എരുമപ്പെട്ടി സ്കൂളിലാണ്, ഹൈസ്കൂളില്. അപ്പോ ഈ ഇനി അടുത്ത വർഷം റിട്ടയർഡ് ആവേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായി ഈ ഒരു മറ്റേ നിയമവിധി ഇതൊക്കെ കണ്ടപ്പോ. അപ്പൊ പിന്നെ ഫോക്കസ് ഉള്ള ഒരു ധൈര്യം എനിക്കുണ്ട്, ഇവരെന്തായാലും വെക്കും എന്നുള്ളതും ഉണ്ട്. പിന്നെ നെറ്റിന് വേണ്ടിയിട്ട് കുറെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. നഹ്വിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകൾ ഫോക്കസിൽ നിന്ന് കിട്ടിയത്, അങ്ങനെ എനിക്കൊരു ഗുണമുണ്ടായി. പിന്നെ അതുപോലെ വേറെ ബലാഗ, ഖാലിസാറിന്റെ ബലാഗ ക്ലാസ്സും ആ ഒരു വിഷയത്തിൽ നന്നായി കിട്ടി. ഫോക്കസ് ചെയ്യാൻ തന്നെ ഫോക്കസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ആയിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നത്. എന്നാലും അതിപ്പോ ഈ കാറ്ററ്റിന്റെ ക്ലാസ് ഇത് ഒരു ഭയമുള്ളത് കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു. അതേപോലെ നെറ്റ് ഫോക്കസ് തരുന്നത് ഞാൻ പഠിക്കുകയാണെങ്കിൽ കിട്ടുമായിരുന്നു. അതുപോലെ CML ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല, ഇതിനു വേണ്ടി CML എടുത്തു. പിന്നെ ഗൂഗിൾ സൈക്കോളജി മറ്റേ ക്വസ്റ്റ്യൻസ് നോക്കിയാലും ചില സംശയങ്ങളുള്ളത് ആ സൈക്കോളജി ആ ടീച്ചർ പറഞ്ഞല്ലോ, ഇമേജ് നമ്മൾ കാണുകയാണെങ്കിൽ ഓരോന്നിന്റെ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുകയാണ്, സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേഗം കിട്ടും. അപ്പൊ അതിനനുസരിച്ച് അവർ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി പോയതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ വിചാരിക്കുന്നത് 100 115 ഉള്ളിൽ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഷാ അല്ലാ എന്നോട് കുറെ പേര് ഇനിയിപ്പോ നെറ്റ് ആണ് എൻ്റെ ഒരു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോ അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേപോലെ ശ്രമിച്ചു നോക്കിയെങ്കിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇൻഷാ അല്ലാ ഫോക്കസ് അക്കാദമിയുടെ തന്നെയാണ് ഞാൻ അവലംബിക്കുന്നത്. പലരും എന്നോട് പല അക്കാദമികളെ കുറിച്ചിട്ടും പറയലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ തോന്നാത്തത് എന്താ വെച്ചാല്, ഇതാണ് എനിക്ക് ഫോക്കസ് ആണ് എനിക്ക് ഒരുപാട് തന്നിട്ടുള്ളത്. എനിക്ക് മെച്ചം ഉണ്ടായത് ഇതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് വേറൊരു അക്കാദമിയിലേക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല, പലരും പരസ്യമായിട്ടും വന്നിട്ട് പോലും. അപ്പോ ഇൻഷാ അല്ലാ അള്ളാഹു അതിന്റെ ഗുണങ്ങളൊക്കെ എന്തായാലും ഞങ്ങളെ പ്രാർത്ഥനയിലുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് തരാതിരിക്കില്ല ഇൻഷാ അല്ലാ. അതുപോലെ ഇതിൽ പറഞ്ഞ പലരും വിഷമിച്ച് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ടീച്ചറുടെ നമുക്ക് നല്ല പ്രയാസം തോന്നുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഇതിലൂടെ തന്നെ വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ആമീൻ യാ റബ്ബ്. വഅലൈക്കും ഞാൻ അസ്സലാം. ഞാൻ കണ്ണൂര് അബ്ദുൾ റസാഖ് എന്നെ പേര്. എൻ്റെ സുഹൃത്ത് വഴിയാണ് എനിക്കിത് ഫോക്കസ് അക്കാദമിയെ കുറിച്ച് അറിഞ്ഞത്. ഇതിൽ ഞാൻ പറയുന്നത്, ഇതിലേറ്റവും എടുത്ത് പറയേണ്ടത് ഫോക്കസ് അക്കാദമിയിലെ ഫാക്കൽറ്റീൻ്റെ കണ്ടന്റ് നോളജാണ്. ആ വിഷയത്തിലുള്ള നോളജും അതേപോലെ അത് അവതരിപ്പിക്കാനുള്ള കഴിവും അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പിന്നെ രണ്ടാമത്തത്, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഥവാ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് വിദ്യാർത്ഥി ഈ ഫോക്കസിൽ ചേർന്നിട്ട് അവരുടെ ഈ മത്സര കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കണം. പിന്നെ രണ്ടാമത്തത്, നമ്മളെ ഈ പിന്നെ സർവീസിലുള്ളവരായാലും അതുപോലെ ഇത് നല്ല
കഴിവ് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പിന്നെ ഈ ഗ്രാമറിലൊക്കെ നല്ല കഴിവ് വേണമെങ്കിൽ ഈ ഫോക്കസിൽ ആ ഗ്രാമറിന്റെ ക്ലാസ് എടുത്ത അധ്യാപകർ നല്ല കഴിവുള്ളവരാണ്. അതുപോലുള്ള ക്ലാസ് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു അക്കാദമിയാണ് ഇത്. പിന്നെ ഞാൻ എല്ലാ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിലും കണ്ട ക്ലാസ്സൊക്കെ നോട്ട് എഴുതി വെച്ച് ആ നോട്ട് പിന്നെ നോക്കിയിട്ടാണ് പോയത്. എനിക്ക് പിന്നെ 125 മാർക്ക് 4th കിട്ടുന്നുണ്ട്. പിന്നെ 3ാമത്തെ കാറ്റഗറിയിൽ ഒരു 105 മാർക്കും ഇപ്പോൾ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതിനെ കാരണമാക്കിയ ഈ ഫാക്കൽറ്റിയെ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പ്രിയമുള്ളവരെ, പ്രിയമുള്ള അധ്യാപകരെ, സഹപ്രവർത്തകരെ, ഒരു ഒരു അധ്യാപകരുടെ ബാധിച്ച ഒരു വൈറസ് പോലെയായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു കോടതി വിധി വരുന്നതും നമുക്ക് ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എവിടെ കയറി പിടിക്കണം എന്നുള്ള ഒരു പിടിയില്ലാതെ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം, സിലബസ് എങ്ങനെ ലഭ്യമാക്കും, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ആശങ്കകൾക്കിടയിലാണ് നമ്മൾ ഗ്രൂപ്പ് വഴി ഫോക്കസ് എന്ന ഒരു കേന്ദ്രത്തെ നമ്മൾ പരിചയപ്പെടുന്നതും അതിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ പരിചയപ്പെടുന്നതും. അന്ന് മുതൽ നമ്മൾ ഫോക്കസിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും തുടക്കത്തിലൊക്കെ ഞാൻ കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇടയ്ക്കൊക്കെ കുറേയൊക്കെ നമ്മൾ ഓരോരോ സ്കൂൾ ജീവിതത്തിലെ കലാമേളകളും സംഘടനാ പ്രവർത്തനങ്ങളും മറ്റുമായി കുറേ ലാഗ് ചെയ്തു പോയി. പക്ഷെ അവസാനം നമ്മളെ വീണ്ടും ഷുവർ ഷൂട്ടിലൂടെ ഒരുമിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഫോക്കസിന് പകരം വെക്കാൻ ഫോക്കസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. നല്ലൊരു ഉറച്ച അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ ഫോക്കസ് നമ്മളൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ പറയാൻ അതിശയോക്തി നിറഞ്ഞൊരു വാക്ക് പറയാനുണ്ടായ കാര്യം, LP സ്കൂളുകളിൽ ഓറിയന്റൽ SSLC പാസ്സായത് മുതൽ PG വരെ പഠിച്ചവർ LPയിൽ, നെറ്റ് കഴിഞ്ഞവർ LPയിലുണ്ട്. അവരെല്ലാവരെയും ഒരുപോലെ കണ്ട് അവർക്കൊക്കെ അവർക്ക് ആർക്കും ഒരു മുഷിപ്പോ മടുപ്പോ വരാതെ എല്ലാവർക്കും അവരവർക്കുള്ള വിഹിതം കിട്ടി എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഫോക്കസിനായിട്ടുണ്ട് എന്നുള്ളതിൽ ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു മെമ്പറാണ് ഞാൻ. അഥവാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എത്തിച്ചു തരാൻ ഇതിൻ്റെ മുന്നണി പോരാളികൾക്കായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ വെച്ചൊരു മടുപ്പ് വന്നപ്പോഴാണ് ഒരു സമ്മാന പദ്ധതിയുമായി നമ്മൾ വീണ്ടും ആവേശം കൊള്ളിച്ചത്. നമ്മൾ വീട്ടിൽ പഠിക്കലൊക്കെ സമ്മാനം വരുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു രസകരമായ ഒരു പഠനാന്തരീക്ഷം ഒരുക്കാൻ മറ്റാർക്കാണ് കഴിയുക എന്നുള്ളത് ഞാൻ ആവേശപൂർവ്വം അല്ലെങ്കിൽ വൈകാരികമായി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ ആളുകളെ ഒപ്പം നിർത്താൻ ഇങ്ങനൊക്കെ ആയിരുന്നിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയൊരു മികവ് എന്ന് പറയുന്നത് നിസ്സാരമായൊരു ഫീസാണ് നമ്മളിരുന്ന് വാങ്ങിയിട്ടുള്ളത്. നമുക്കത് പലർക്കും അത് വലിയ തുക ആണെങ്കിലും പലർക്കും അത് നിസ്സാരമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ സത്യം. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഇപ്പോഴാണ് ഈ ഫോക്കസിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നതോട് കൂടിയാണ് ഞാൻ എൻ്റെ റിസൾട്ട് ഇപ്പോൾ നോക്കിയത്. എനിക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോടെ 106 മാർക്ക് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും 10-20 മാർക്ക് അറിയുന്നത് എൻ്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു. അതൊന്ന് അതായത് 2007 PG കഴിഞ്ഞ ഒരാളാണ് ഞാൻ. 2002 സർവീസിലും കയറി. പിന്നെ ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോക്കിൽ പോകുമ്പോൾ പിന്നെ നമ്മളൊരു പരീക്ഷയെ ഈ രൂപത്തിൽ കണ്ടിട്ടില്ല. നെറ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയല്ല എഴുതിയിരുന്നത്. അപ്പോൾ ഒരു OMR വഴി പരീക്ഷ എഴുതുമ്പോൾ അതിലുണ്ടാവുന്ന പാകപ്പിഴകളിൽ കൂടെ 10-15 മാർക്ക് അറിയാവുന്നത്, അതായത് കാത്തിബുൽ വഹി പോലും ഞാൻ തെറ്റിച്ചു. അത് എനിക്കറിയായിട്ടല്ല, എൻ്റെ മക്കൾക്ക് എല്ലാ വർഷവും ക്രിസ്തുവിന് പഠിപ്പിക്കണതല്ലേ, അതുപോലും ഞാൻ തെറ്റിച്ചു. സെയ്ദ് ആരിഫ് എഴുതി. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം മാത്രം. അപ്പോൾ പല അധ്യാപകരും പറഞ്ഞതുപോലെ ചാടി എഴുതരുത് എന്ന് പറഞ്ഞ പോലെ ഞാൻ കുറെ ചാടി എഴുതി പഴപ്പിച്ചു. തസ്രീഹാത്തുൽ ഹാത്തിയ എന്നുള്ള വാൽക്കഷ്ണം നോക്കാതെ വേഗം ആ ആളെ കണ്ടപ്പോഴത്തേക്ക് ആ ഉത്തരം എഴുതി. നമ്മൾ ആവേശം, ഫോക്കസ് തന്ന ആവേശം കുറച്ച് അധികമായി പോയി എന്നുള്ളത്. അത് എന്തായാലും ചുരുക്കി പറയാം, എല്ലാവർക്കും പറയാൻ അവസരമാണല്ലോ. ആർക്കും ഒരു അലോസരമില്ലാതെ, ആരോടും ഒരു പരുഷമായ വാക്ക് പോലും നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളോട് പറയാതെ നമ്മളെ ഇങ്ങനെയൊക്കെ പ്രാപ്തരാക്കിയ
ഇവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. എൻ്റെ സഹപ്രവർത്തകർ ആർക്കെങ്കിലും ഇതിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഫോക്കസിനെ തന്നെ നമുക്ക് പിടികൂടണം. അവരെ പിന്തുടരുക, അവരെ പിന്നിൽ അണിനിരക്കുക. നമുക്കും അതന്നെ പറയാനുള്ള മറ്റൊരു വേദിയിൽ ഇതിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഫോക്കസ് അധ്യാപകർക്കായിട്ട് മുന്നോട്ട് വെക്കുന്ന മറ്റു പരിപാടികളുമായി വീണ്ടും ആ ചങ്ങലയിൽ കണ്ണിയിൽ അംഗമാകാൻ താല്പര്യമുണ്ട് എന്ന് സന്തോഷപൂർവ്വം ഇവിടെ പ്രസ്താവിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു, ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുംതാസ് ആണ്. കുറഞ്ഞാണ് വീട്, കുടുംബ പൊന്നാനി. ഞാൻ ഫോക്കസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നത് ഖാലിദ് സാറിൻ്റെ ഒരു ക്ലാസ് കേട്ടുകൊണ്ടാണ്. ഞാൻ യൂട്യൂബിൽ പല പല കാറ്റഗറി ക്ലാസ്സുകളും കേൾക്കുമായിരുന്നു. അങ്ങനെ സെർച്ച് നോക്കിയപ്പോഴാണ് ഫോക്കസിന്റെ ഖാലിദ് സാറിന്റെ ബലായുടെ ക്ലാസ് ഞാൻ കേൾക്കുന്നത്. ആ സമയത്ത് ഒരുപാടായി ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബി എഫ് സുലൈമ കഴിഞ്ഞ് ഒരുപാട് ടച്ച് വിട്ടതായിരുന്നു. ആ ക്ലാസ് കേട്ടപ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അപ്പൊ ഞാൻ അതുവഴിയാണ് സമസാറിന് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ഫോക്കസിൽ. എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു, ഭയങ്കര മോട്ടിവേഷൻ ആയ എല്ലാ സാർമാരും, സൈക്കോളജി ആയാലും നഹ്വാണെങ്കിലും പെഡഗോജി ആണെങ്കിലും ഗ്രാമർ, ലിറ്ററേച്ചർ എല്ലാം നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ടെക്സ്റ്റുകൾ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഇതായിരുന്നു. എപ്പോഴും ടെക്സ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക, എത്ര സമയം വൈകിയാണെങ്കിലും ടെക്സ്റ്റുകൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫുൾ മാർക്ക് കിട്ടുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ടൈം ഒരു എക്സാമിന് പോകുന്നതിന്റെ ഒരു കുറച്ച് സമയം മുന്നേ വരെ ഞാൻ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് 110 മാർക്കാണ് കാണിക്കുന്നത്. എന്ത് വേരിയേഷൻസ് വരിക എന്നുള്ളത് അറിയില്ല. അപ്പൊ എനിക്കൊരു PSC എഴുതാനും കൂടെ ഒരു മോട്ടിവേഷൻ എനിക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാൻ ഈ ഫോക്കസിലേക്ക് കയറിയത് ഇക്കയുടെ കടയിലോട്ട് ഒരാൾ വന്നായിരുന്നു. മറ്റേ KSFയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറ് വന്നായിരുന്നു. ആ സാറ് എൻ്റെ അടുത്ത് എന്തിനാ പഠിക്കണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പഠിത്തം അങ്ങനെ എന്തോ കഴിഞ്ഞു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്താണ് MABയുടെ ഇതാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ആ സാറ് പറഞ്ഞു, ഖാലിദ് സാറെന്ന് പറഞ്ഞിട്ട് സാറുണ്ട്, സാറ് ക്ലാസ് അടിപൊളി ക്ലാസ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ജോയിൻ ചെയ്യാല്ലേ പറഞ്ഞു. അപ്പൊ ആ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടത്തിന് പഠിക്കാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് സാറെ ക്ലാസ് ഞാൻ ക്ലാസ്സിലോട്ട് കയറിയപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഇതുവരെ കിട്ടാത്ത ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞത്. കാരണം ഒരുപാട് കോളേജുകൾ കൂടെയൊക്കെ പഠിച്ച്, പക്ഷെ അവിടുന്ന് ഒന്നും ഇത്രയധികം ക്ലാസ് കിട്ടിയിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. പിന്നെ കേട്ടിട്ട് 3ഉം 4ഉം ഞാൻ എഴുതിയായിരുന്നു. പക്ഷെ എന്റെ ടെൻഷൻ കാരണം എക്സാമിന് ഭയങ്കര ടെൻഷൻ കാരണം ഞാൻ 10-16 ക്വസ്റ്റ്യനോളം ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റി, എന്റെ അശ്രദ്ധ കാരണം. എന്നിട്ട് എനിക്ക് കേട്ടിട്ട് 3ൽ എനിക്ക് 80 മാർക്കാണ് കിട്ടിയത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ, ആൻസർ കീ നോക്കിയപ്പോ. പിന്നെ കേട്ടിട്ട് 4 എനിക്ക് 90ന്റെ മേലെ അൽഹംദുലില്ലാ നേടാൻ കഴിഞ്ഞു. അതിന് ഫോക്കസിനോട് വളരെയധികം നന്ദി കടപ്പാടും അർപ്പിക്കുന്നു. ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ഇതിലുള്ള എല്ലാ സാർമാർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ സാജിദയാണ്, കടത്തനാട്ടുകര. 20 വർഷം സർവീസായി. ഒക്ടോബർ 2 ചേർന്നതാണ് ഫോക്കസിന്റെ കൂടെ. അന്ന് മുതൽ ഇതുവരെയും ഒരു ക്ലാസ് മിസ്സാവാതെ നോക്കാൻ അതൊരു സമയത്ത് വല്ലാത്തൊരു ആവേശമായിരുന്നു. ക്ലാസ്സിൽ കയറുക, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോയത്തൊരു അനുഭവമായിരുന്നു ഫോക്കസിലുണ്ടായിരുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ക്ലാസ്സിൽ കയറാതെ ഒരു ടെൻഷനാണ്. അതുപോലെ അതിന്റെ പരീക്ഷകൾ ചെയ്യുക, ഒരു കുട്ടിക്കാലത്തേക്ക് മടങ്ങി പോകുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ പഠിച്ചെടുക്കാൻ കഴിയുന്നു തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അതിന് വീണ്ടും പറയുന്നില്ല. എല്ലാ അധ്യാപകരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പ്രത്യേകിച്ച് ഖാലിദ് സാറ്, ജസ്ന മാഡം, അവരോടൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, എങ്ങനെ ചോദിച്ചാലും അതിന് അതിൻ്റെതായ പരിഗണന തന്നിട്ട് ഞങ്ങളെ ഒരു മുഷിപ്പും കാണിക്കാതെ, പണ്ടൊക്കെ 2-3 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിൽ നിൽക്കുമായിരുന്നു.
അതുകൊണ്ട് അതുപോലെ സാറിന്റെ നർമ്മം നിറഞ്ഞ ക്ലാസ് ഒക്കെ ഇനിയിപ്പോ അതിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ തോന്നി. ഇനിയിപ്പോ ക്ലാസിന്റെ ലൈവിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ, ചിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു മിസ്സിംഗ് ആണ് ഇപ്പൊ തോന്നുന്നത്. ഇപ്പൊ ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് പോരുമ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞു കാറിലിരുന്നിട്ട് ഞമ്മക്കെന്ന സെറ്റും കൂടിയാണ് ചെയ്താലോ പരപ്പം നിന്നിട്ട്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്താ ഈ വയസ്സാം കാലത്ത് ഇത് ചെയ്തോന്ന് പറഞ്ഞു. അവള് പ്രിപ്പയർ ആയി നിൽക്കുകയാണ് സെറ്റിനും കൂടി കൂടെ വരാൻ വേണ്ടിയിട്ട്. അവൾക്ക് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഉസാമ സാറിന്റെ. അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് അവർക്കൊരു സന്തോഷം. അപ്പൊ ഞങ്ങൾ ഫോക്കസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ എവിടെയൊക്കെ ചോദിച്ചോളൂ പറഞ്ഞു കൊടുത്തു. എന്തായാലും ജസ്ന മാഡത്തിന് കുട്ടികൾ ചെറുതാണ് എന്നിട്ട് പോലും ഞാൻ സംശയം ചോദിക്കുമായിരുന്നു പ്രൈവറ്റ് ആയിട്ട്. എന്താ തിരക്കിലാണ് ടീച്ചർ പെട്ടെന്ന് എനിക്ക് മറുപടി തരും. കാരണം നമുക്ക് ഡയറക്റ്റ് നമുക്ക് തരുമ്പോൾ നമ്മളെ മനസ്സിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല. എനിക്ക് അതുപോലെ ഫാത്തിമ ടീച്ചർ പെഡഗോജിക്ക് എനിക്ക് 1 മാർക്കാണ് പോയത്, ബാക്കി 29 മാർക്കും കിട്ടി. വളരെ സന്തോഷം. പിന്നെ ഇംഗ്ലീഷിന് മാർക്ക് നോക്കിയിട്ടില്ല ഞാൻ, സമയം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു 100 മാർക്കിൽ നിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. സൈക്കോളജിയും കുഴപ്പമുണ്ടായിരുന്നില്ല, ആദ്യത്തെ പേപ്പർ ആയതുകൊണ്ട് സമയം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ചാടി കടഞ്ഞ് ചെയ്തു. അതുകൊണ്ട് 20 മാർക്ക് സൈക്കോളജി കിട്ടിയതേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. അറബിക്കിന് 46 മാർക്ക് കിട്ടി. എന്തായാലും 100ന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോ. പ്രശ്നമില്ല, സംഭവം മനസ്സിൽ നിന്ന് ആ ടെൻഷൻ പോയി. ഇനിയിപ്പോ പിരിഞ്ഞു പോകണ്ടല്ലോ. മറ്റേ അറബിക്കിന്റെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ അടുത്തല്ല എല്ലാവർക്കും യാത്രയപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ചതായിരുന്നു. ഫോക്കസ് കൂടെ ഉണ്ടായത് കൊണ്ട് ഇനിയിപ്പോ നമുക്ക് റിട്ടയർമെന്റ് ഇപ്പൊ അടുത്തൊന്നും കിട്ടൂലെന്ന് തോന്നുന്നുണ്ട്. സന്തോഷം. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എന്തായാലും ഈ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലും എല്ലായിടത്തും പടർന്ന് പന്തലിക്കട്ടെ. ഞങ്ങളാലാവുന്ന എല്ലാ പബ്ലിസിറ്റിയും അതിന് കൊടുക്കും. പഠിച്ച തമ്പുരാനെ ഉയർത്തട്ടെ. അതിലേറെ ഈ നല്ല കഴിവുള്ള അധ്യാപകരോട്, പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കൊന്നും അധ്യാപകരിൽ നിന്ന് മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ ചോദിച്ചാലും മറുപടി പറയുന്നവരാണ് നമ്മുടെ ഫോക്കസിലെ അധ്യാപകർ. ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇങ്ങനെ കൈവിറ്റവര് നമുക്കുണ്ടല്ലോ എന്നൊരു അഭിമാനം. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഉസാമ സാറിന്റെ ഖാലിദ് സാറിന്റെ ഈ നിസ്വാർത്ഥമായ സേവനത്തിന്. അവരാണ് ഇതിന് സംഘാടകർ. ഞാൻ എപ്പോഴും ഈ ഗൂഗിൾ ഫോം കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് തമ്പുരാനെ ഇവർ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇതിനൊക്കെ എത്ര ഓപ്ഷൻസ് കണ്ടെത്തണം, ഏതൊക്കെ രീതിയിലാണ്. പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ അതേ ആ ഒരു പരീക്ഷ ചെയ്യുന്ന തോന്നിയിട്ടേ ഇല്ല. ആ ഗൂഗിൾ ഫോം ചെയ്യുമ്പോൾ തന്നെ അതങ്ങനെ ചെയ്തു പോയി എന്നല്ലാതെ അങ്ങനത്തെ ഒരു പേടി പോലും നമുക്ക് അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. കാരണം എത്രയോ ഗൂഗിൾ ഫോം ചെയ്തു, അതുപോലെ ഒരു ഗൂഗിൾ ഫോം തന്നെയായിട്ടാണ് അത് തോന്നിയത്. കാരണം അത്രയ്ക്കും ഈ അധ്യാപകരെ നമ്മളെ അങ്ങോട്ട് പ്രാപ്തരാക്കിയിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഇരിക്കാണ് മാഷ് പറയുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഇത് ചെയ്യും. എന്റെ പേരക്കിടാവ് പറയായിരുന്നു ഇമ്മമാക്ക് സ്കൂൾ ലീവ് എടുത്തുങ്ങാണ്ട് ഞങ്ങളെ ഒന്നും ഫോൺ തരില്ല, അമ്മമാക്ക് ഫോണിൽ കളിക്കുന്നതാണല്ലോ പണിയെന്ന്. അപ്പൊ നമുക്ക് ഈ ഫോൺ മാത്രമേ ഉള്ളൂ ഒരു ആധാരം. നോട്ട് ബുക്ക് എഴുതാൻ സമയമില്ല, വായിക്കാൻ സമയമില്ല, ക്ലാസ് കേൾക്കാൻ സമയമില്ലെങ്കിലും അമ്മമ്മ സ്കൂൾക്ക് വരാതെ എന്നെ പറഞ്ഞേക്കും. പിന്നെ ഫോണുമ്മ കളിച്ചിരിക്കാന്നൊക്കെ പരാതിയൊക്കെ കേട്ടിട്ടാണ് ഞാനിപ്പോ ഉള്ളത്. എന്തായാലും എല്ലാത്തിനും ഒരു സമാധാനം രക്ഷ റമദാൻ മാസം നല്ല രീതിയിൽ ആസ്വദിക്കാനൊക്കെ എല്ലാം ഫോക്കസ് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും നേരം പിടിച്ചത് കേട്ടിട്ട് ഒരു മനസ്സിന് സന്തോഷം കുളിർമയാണ് ഉള്ളത്. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും ഫോക്കസിന്റെ കൂടെ കിട്ടില്ലല്ലോ എന്നൊരു സങ്കടമുള്ളൂ. ഇപ്പൊ നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നാലും വളരെ സന്തോഷം, നന്ദി അറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് മനസ്സിൽ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഫീദ, കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോഴേ ഞാൻ കേട്ടിട്ട് 3ഉം 4ഉം എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ 2ലും പിന്നെ 100 മേലെ മാർക്ക് ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ഈ ഫോക്കസ് അക്കാദമിയിലെ ആൾക്കാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. എന്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഫോക്കസ് അക്കാദമിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാന് ഹജ്റുൽ ഹദീസും പിന്നെ അതേപോലെ അസ്റലാമവിയെല്ലാം എനിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചത് അങ്ങനെ നീ എപ്പോഴാണ് ഇതെല്ലാം പഠിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് അവള് ഫോക്കസ് അക്കാദമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. എന്നാലും സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിനെന്തായാലും അവർക്ക് പിന്നെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇപ്പൊ പഠിച്ചിറങ്ങുന്നവരോടൊക്കെ ഞാൻ പറയും കേട്ടിട്ട് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കേട്ടിട്ട് തിരിച്ചു വന്ന് എന്നെ കുത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൽപിയിലാണ് പഠിപ്പിക്കുന്നത്. തൊയ്യാറയിലും ദർറാജയിലും ഒക്കെ ഒതുങ്ങിയിരുന്ന കാലത്ത് നിന്ന് പെട്ടെന്ന് ഈ സൈക്കോളജിയും
അതേപോലെ പിന്നെ ടെക്സ്റ്റ് ബുക്സ് റെഫറൻസ് അവർ പറഞ്ഞിരുന്നു 1 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഞാൻ വിചാരിച്ചു 1 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാ റബ്ബെ ഞാൻ സംഘടിപ്പിക്കുക എന്നൊക്കെ ആകെ ഒരു ആശങ്കയായിരുന്നു. അപ്പോൾ അതിന് പോലും പ്രത്യേക ക്ലാസ്സുകൾ വെച്ച് എല്ലാ മേഖലയിലും അവരുടെ അറിവുകളൊക്കെ പിന്നെ പറയാനുള്ള വാക്കുകളില്ല. അപ്പൊ എപ്പോഴും പ്രാർത്ഥനയിൽ ഒരിടം നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും പിന്നെ അതേപോലെ ഇനിയും ഒരുപാട് പേർക്ക് ഞാൻ ഈ ഫോക്കസ് അക്കാദമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോഴേ ചില ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞു പിന്നെ യൂട്യൂബിൽ ഇങ്ങനെയുള്ള ക്ലാസ് ഉണ്ട്, വേറെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഫോക്കസ് അക്കാദമിയിലെ ക്ലാസ്സിൽ ചേർന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് നോക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം മതി എന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, വേറെ ഒരു ക്ലാസ്സും ഞാൻ നോക്കിയിട്ടില്ല. കുറെ PDF ഒക്കെ വേറെ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു, ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ വെറും ഫോക്കസിനെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ പഠിച്ചത്. അൽഹംദുലില്ലാ അതിന്റെ ഗുണം കിട്ടിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പൊ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും പിന്നെ മതി വരില്ല. അപ്പോൾ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഫോക്കസ് അക്കാദമിയിലെ കുടുംബാംഗങ്ങളെ, ഞാൻ വേങ്ങര സബ് ജില്ലയിലെ ഒരു എയ്ഡഡ് സ്കൂളിൽ നിന്നാണ്. ഏതായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഒരു 90-ന് പുറത്ത് മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഫോക്കസ് ഇങ്ങനെ ഒരു സംഗതി ചെയ്തത് വളരെ ഉപകാരമായി. പ്രത്യേകിച്ച് നമ്മളെ നസീറുദ്ദീൻ സാറ്, അതേപോലെ ഖാലിദ് സാറിൻ്റെ ആ ബലാഗ അറൂല, അത് സത്യത്തിൽ കോളേജ് പഠിച്ച കാലത്ത് പോലും ഇതാണ് എന്നുള്ളത് മനസ്സിലായില്ല. പക്ഷേ ഇപ്പം അത് വളരെ വ്യക്തമായി. ഇപ്പം ഞാൻ പരീക്ഷ ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഖാലിദ് സാറിൻ്റെ ആ ക്ലാസ്സുകൾ ഇങ്ങനെ ചെവിയിലൂടെ വരികയാണ്. അപ്പോൾ അത് പൂരിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമായി. അതേപോലെ തന്നെയാണ് നമ്മൾ ഉസാമ സാറിൻ്റെ ഓരോന്നും, അതായത് അതിൻ്റെ സമയത്തിനനുസരിച്ച്. ഇപ്പം നമുക്കറിയാം എത്രയോ പ്രയാസങ്ങൾ ഒക്കെ ഉള്ള സമയത്തൊക്കെ ഇപ്പം ഇന്ന സമയം 7-7:30 മണിക്ക് ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തിരക്കിൽ നിന്ന് ഓടിയെത്തി ആ ക്ലാസ്സിനുള്ള നോട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അങ്ങനെയൊക്കെ ചെയ്തു തന്ന്, നമുക്ക് വേണ്ടി ചെയ്തു തന്ന്. എന്നാൽ ഇതിന് വാങ്ങുന്നൊരു തുക തുലവും തുച്ഛാണ്. അപ്പോൾ ഏതായാലും ഇപ്പം നമ്മൾ സാധാരണ ഒരു ഗവൺമെൻറ് കോളേജുകളിൽ കിട്ടിയ അധ്യാപകർ അവരവരുടെ കുടുംബവും മറ്റുള്ള കാര്യങ്ങളായിട്ട് പിന്നീട് പോകലാണ്, ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ. എന്നാൽ ഈ ആളുകളൊക്കെ ഈ അറബി അധ്യാപകരുടെ സത്യത്തിൽ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനം നടപ്പിലാക്കിയപ്പോൾ, സുപ്രീം കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ, അതായത് എല്ലാ അധ്യാപകരും അത് വളരെയധികം പേടിച്ചു. അതായത് പിന്നെ ഈ കേട്ടറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞതോടുകൂടി അടുത്ത കൊല്ലം സർവീസിന് പോകുമെന്ന് എല്ലാവർക്കും പേടിയായി. പക്ഷെ ആ പേടി ഒക്കെ പരിഹരിച്ചത് ഈ ഉസാമ സാറും ഖാലിദ് സാറും ആണെന്ന് പറയാൻ കഴിയും. എന്തിനേറെ പറഞ്ഞു, നമ്മുടെ നിലമ്പൂർ വെച്ച് പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടുത്തെ അധ്യാപക സംഘടന, പ്രബലമായൊരു അധ്യാപക സംഘടന നിവേദനം കൊടുത്തിരുന്നു, ഈ കേട്ടറ്റിനെ പറ്റി നമ്മൾ പാർലമെന്റിൽ ഉന്നയിക്കണം. അപ്പം പ്രിയങ്ക ഗാന്ധി ചിരിച്ചുകൊണ്ട് ആ നിവേദനം വാങ്ങി കാറിൽ നിന്ന് അനിൽകുമാർ MLA പറഞ്ഞു, സത്യത്തിൽ ഈ അധ്യാപകർ ഈ കേട്ടറ്റ് നേടിയെടുക്കണ്ടേ, എന്നാലല്ലേ കുട്ടികൾക്ക് അതിനുള്ള മെച്ചം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് വന്നാൽ അതെങ്ങനെ ഒഴിവായി കിട്ടണം എന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല. ഏതിനെയും നമ്മൾ നേരിടന്നെ, ആ നേരിടാനുള്ള ധൈര്യം തന്ന് ശരിക്ക് ഖാലിദ് സാറാണെന്ന് പറയാൻ കഴിയും. ഏതായാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയണൊക്കെ, ഇപ്പോൾ ഞങ്ങൾ വേങ്ങര സബ് ജില്ല എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അറബി അധ്യാപകർ ജോലി ചെയ്യുന്ന നല്ല പ്രഗത്ഭരായ, അതായത് ഈ അറബി അധ്യാപകരാണ് ഇവിടെ IT-ക്കൊക്കെ മുൻപന്തിയിലുണ്ടായത്. IT ക്ലാസ്സുകൾ കൊടുക്കാനും മറ്റുള്ള അധ്യാപകർക്ക് IT ക്ലാസ്സുകൾ കൊടുക്കാനൊക്കെ ഈ വേങ്ങര സബ് ജില്ലയിൽ ഞാൻ കണ്ടത് അറബി അധ്യാപകരാണ്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഇതിൻ്റെ പരസ്യം, അതാണല്ലോ നമ്മളൊക്കെ കഴിയുക. അപ്പോൾ ആ പരസ്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം, പിന്നെ മറ്റുള്ളവർക്കൊക്കെ അത് പരിചയപ്പെടുത്തി കൊടുക്കാം. ഏതായാലും ഈ അധ്യാപകരോട് ഞാൻ എൻ്റെ കടപ്പാടും അതേപോലെ എൻ്റെ എന്നത്തെയും പ്രാർത്ഥന അവരുണ്ടാകുമെന്ന് അറിയിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സജീന. ഞാൻ അരീക്കോട് സബ് ജില്ലയിലെ വടശ്ശേരി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അരീക്കോട് സുല്ലമുസല അറബി കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അന്ന് വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ 2011 സർവീസിൽ കയറി
ഞാൻ വിചാരിച്ചു ഈ അത്ര പ്രാഗൽഭ്യമുള്ള അധ്യാപകരൊന്നും ഇപ്പൊ ഉണ്ടാവൂല. പക്ഷെ ഫോക്കസിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി വളരെ പ്രഗത്ഭരായ അധ്യാപകര് ഇപ്പോഴും അറബി ഭാഷയോട് കൂറും നന്ദിയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത്. നസറുദ്ദീൻ സാറ് ഞങ്ങളെ കൂടെ അരീക്കോട് സബ് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ കോഴ്സിൽ പങ്കെടുത്തിരുന്നു. സാറ് വന്ന ഒരു മൂലയിലിരുന്ന് സാറ് കാര്യങ്ങളൊക്കെ അങ്ങനെ സൈലന്റ് ആയിട്ട് ചെയ്ത് പോയി. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പ്രഗത്ഭനായ ഒരാളായിരുന്നു ഞങ്ങളെ കൂടെ ക്ലസ്റ്ററിന് പങ്കെടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഖാലിദ് സാറ് എന്റെ ജൂനിയർ ആയിട്ട് കോളേജിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നസറുദ്ദീൻ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ട് സാറ് ക്ലാസ് മതിയാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളെ ക്ലാസ്സും ഒരു മടുപ്പില്ല. പിന്നെ നമ്മളൊക്കെ ലൈവായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഉസാമ സാറിന്റെ നല്ല വൈദഗ്ധ്യമുണ്ട്. സാർ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളും വളരെ മികച്ച ക്ലാസ്സുകളാണ്. ഒന്നിലൊന്ന് മെച്ചെന്ന് പറയാം. അത്രക്ക് വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ട് 3യും 4ഉം എഴുതി 2ലും 100ന്റെ മുകളിൽ മാർക്കുണ്ട്. കേട്ടിട്ട് 4 2 ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ചു നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും കേട്ടിട്ട് ഫോക്കസിന്റെ ക്ലാസ്സിൽ നിന്ന് കേൾക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും അവിടെ വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഇത്രയും കണ്ണിങ് ആയിട്ട് ഇവർ ഈ വിഷയം പഠിച്ച് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയിൽ ഇവർ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഒരു ചോദ്യം പോലും കേട്ടിട്ടിന്റെ ക്ലാസ്സിൽ കേൾക്കാത്തത് അവിടെ വന്നിട്ടില്ല. അത്ര ഭംഗിയിട്ട് അവർ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ചില അബദ്ധങ്ങൾ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാർക്ക് നഷ്ടപ്പെടുന്നത്. അത് ഫോക്കസിന്റെ കുറ്റമല്ലല്ലോ. അപ്പോ എന്റെ ഈ 2 കാറ്റഗറിയിലെ വിജയവും ഞാൻ ഫോക്കസിന് സമർപ്പിക്കുന്നു. എന്നും പ്രാർത്ഥനയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവും. ഞങ്ങൾ അമ്പരന്ന് നിന്ന സമയത്ത് ഞങ്ങളെ കൂടെ നിർത്തിയതിന് ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഒരുപാട് സമയമായി. ഒരുപാട് സുഹൃത്തുക്കൾ നല്ല ഫീഡ്ബാക്കുകൾ നമുക്ക് നൽകുന്നു. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സമയം വൈകിയത് കൊണ്ട് ഇനി നമുക്ക് 1-2 ആൾ കൂടി സംസാരിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇനി അത്യാവശ്യം ആർക്കെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ ഇവിടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അറിയിച്ചാലും മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സജ്ന, ഇപ്പൊ GMUP അരീക്കോട് വർക്ക് ചെയ്യുന്നു. പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അധ്യാപകരെ കുറിച്ച് തന്നെയാണ്. അവരെ ക്ലാസ് ഏറ്റവും മികച്ച ഒന്നിനൊന്ന് മെച്ചമുള്ള ക്ലാസ്സുകളാണ്. നെഹ്വു ആരിസാറ ക്ലാസ്, ബലാഗന്റെ ക്ലാസ്, അദബിന്റെ ക്ലാസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും നല്ല ക്ലാസ് തന്നെയാണ്. ക്ലാസ് കൃത്യമായിട്ട് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ മരിച്ച് അപ്പൊ ആ ഒരു ഇതില് കുറച്ച് ക്ലാസ് പെൻഡിങ്ങിലായി. പിന്നെ ഞാൻ ഈ ലാസ്റ്റ് ടൈമില് പിന്നെ കാഷ്വൽ ലീവ് എടുത്തിട്ട് സ്കൂളിൽ പോയി ഇരുന്ന് പഠിക്കലായിരുന്നു. കാഷ്വൽ ലീവ് എടുക്കും, 10ഓളം കാഷ്വൽ ലീവ് ഇപ്പൊ തീർന്നു. എടുത്തിട്ട് സ്കൂളിൽ തന്നെ പോയി ഇരുന്നിട്ട് അവിടെ സയൻസിന്റെ ലാബിൽ പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കലായിരുന്നു. ചെറുതൊരു 2 വയസ്സുള്ള ഒരു ചെറുതുണ്ട്. അപ്പൊ വീട്ടിലിരുന്നാൽ എന്തായാലും കാര്യങ്ങൾ നടക്കൂല എന്നുള്ളതുകൊണ്ട് അങ്ങനെ എടുത്ത് കുറച്ച് എഫേർട്ട് എടുത്ത് ബസ്സിലിരുന്ന് ഫുൾ ടൈം മൊബൈൽ തന്നെ. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ മൊബൈലിൽ തന്നെ 24 മണിക്കൂർ എന്ന് പറയും. ഉറങ്ങണവരെ ഈ 10 മണിന്റെ ക്ലാസ് വരെ അതും. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോ എന്തൊക്കെയോ ഒരു സമയം ബാക്കിയുള്ള പോലെ. കാരണം രാത്രി ആ ഒരു ഷുവർ ഷൂട്ടും മറ്റേതൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഫോണുമേലാണല്ലോ നമ്മൾ കയറുന്നത്. ഇന്നിപ്പോ കുറെ സമയം ബാക്കി, ബസ് കയറിയിട്ട് അവിടെ സമയം ബാക്കി, പുറത്തേക്ക് നോക്കാൻ സമയം, സ്കൂളില് പിന്നെ പീരീഡ് ഒഴിവുള്ള സമയത്ത് അവിടെ ബാക്കി സമയം, അങ്ങനെ കുറെ സമയങ്ങൾ ബാക്കി എന്ന് തോന്നുന്ന ഒരവസ്ഥ. എന്തായാലും അൽഹംദുലില്ലാ ഞാന് പിന്നെ 2011 നെറ്റും JRF രണ്ടും കിട്ടിയ ആളാണ്. പിന്നെ ഇനി ഒന്നും വേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പൊ പിന്നെ ഈ ഒരു നിയമം വന്നതുകൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്തതാണ്. പിന്നെ ഏതായാലും പഠിച്ചല്ല, നല്ലൊരു ക്ലാസ് കിട്ടിയല്ലെന്ന് കരുതി 4ന്റെ കൂടെ 3ക്കും കൂടെ അപ്ലൈ ചെയ്തു. 2 എഴുതി അൽഹംദുലില്ലാ 2നും 100ൽ കൂടുതൽ മാർക്കുണ്ട്. പിന്നെ 4ന് നല്ല മാർക്കുണ്ട്. 3ക്കാണ് കുറച്ച് സൈക്കോളജിയിൽ പോയത്. എന്നാലും 100ന്റെ മുകളിലുണ്ട്.
അൽഹംദുലില്ലാ എന്തായാലും ഫോക്കസിന്റെ എല്ലാ പ്രചാരണത്തിനും പങ്കുവയ്ക്കും. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പോ എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുകയാണ്. ഇനിയും സംസാരിക്കാൻ താല്പര്യമുള്ള, എന്നാൽ ഇതുവരെ ഏകദേശം സംസാരിച്ച അതേ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർ മൈക്കെടുക്കാത്തത്. കാരണം ഇപ്പൊ ഈ ഇത്രയും സമയമായിട്ടും നിങ്ങൾ ലെഫ്റ്റ് ആവുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. പക്ഷെ ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയത് കൊണ്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കാത്തത്. എന്തായിരുന്നാലും അൽഹംദുലില്ലാ നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ വളരെ വലിയ സന്തോഷമുണ്ട്. ഫോക്കസ് എന്താണോ ആഗ്രഹിച്ചത് ആ രൂപത്തിൽ തന്നെ അൽഹംദുലില്ലാ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകമായ റബ്ബിനോട് പ്രത്യേകമായി റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ ഫോക്കസിന്റെ സ്ഥാപന നാൾ മുതൽ തന്നെ അന്ന് ലക്ഷ്യമിട്ടത്, ഇപ്പോ ഫസ്റ്റത്തെ ബാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഫോക്കസ് നമ്മുടെ കേട്ടറ്റിന്റെ ഫസ്റ്റ് ബാച്ച് 250 രൂപക്കാണ് അന്ന് തുടങ്ങുന്നത്. അത് അൽഹംദുലില്ലാ അന്ന് തന്നെ ഒരുപാട് റിസൾട്ടിലൂടെ പോന്നു. പിന്നെ സ്വാഭാവികമായിട്ടും എടുക്കുന്ന അധ്യാപകർക്ക് അവർക്ക് അതിൻ്റെതായ ആ ഒരു സമയത്തിനനുസരിച്ച് വേതനം കൊടുക്കാനുള്ളത് കൊണ്ട് ഓരോ സമയത്തായി ഇങ്ങനെ കൂട്ടേണ്ടി വന്നു. എന്നാലും അൽഹംദുലില്ലാ 999 രൂപക്ക് ആണ് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴും ഈ ഒരു കോഴ്സ് നടത്തി വരുന്നത്. അത് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് വേതനം കൊടുക്കാൻ ഇതിനൊന്നും ഒരു പ്രയാസമില്ല. ഇൻഷാ അല്ലാഹ് ഇത് ഇങ്ങനെ തന്നെ തുടരാം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പൈസ വരിക എന്നതിലപ്പുറം നല്ല റിസൾട്ട് ഇതിലൂടെ ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം. എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും നല്ല ഭാവുകങ്ങൾ നേരുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങൾ ഒരുപാട് ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പോ 50-ലധികം വയസ്സുള്ള ആളുകളൊക്കെ ആണെങ്കിലും ശരി, ഇനിയും പഠന ഫീൽഡിൽ ഉണ്ടാവുമെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. PhD ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾ ഒക്കെ നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു മോട്ടിവേഷൻ, അറബി ഭാഷയോടുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യം എന്തായിരുന്നാലും വരാൻ ഫോക്കസ് അക്കാദമി കാരണമായി എന്നുള്ളത് കൂടി വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഊർജം മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പകർന്നു കൊടുക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വിജയാശംസകൾ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.